എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ യൂൻസങ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ. അതായത് നമ്മളുടെ യൂനുവിനെ എങ്ങനെയാ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. അതിൻ്റെ പേരിൽ ഇവനാണെങ്കിൽ കുറേ തെളിവുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ ഭയങ്കര ഡൗട്ട് അടിച്ചിട്ട് ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അവസാനം തെളിവ് കിട്ടുന്ന നമ്മളുടെ യൂനുവിൻ്റെ റൂമിൽ നിന്ന്, അതായത് ഇവനാണെങ്കിൽ ആ ചെയർമാൻ എന്തൊക്കെയാണോ സംസാരിക്കുന്നത് അയാളുടെ ഇൻഫർമേഷൻസ് എല്ലാം ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയെന്ന്. അവിടെയുള്ള വീട്ടുകാർക്കെല്ലാം നമ്മുടെ യൂനുവിനെ ഭയങ്കര വിശ്വാസമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരാരും ഇത് വിശ്വസിക്കാൻ റെഡിയൊന്നും ആയിരുന്നില്ല. എന്നാലും നമ്മളുടെ തെളിവെല്ലാം യൂനുവിന് എതിരായിരുന്നില്ലേ, അതുകൊണ്ട് അവർക്കത് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവസാനം നമ്മുടെ യൂനുവിന്റെ റൂമാണെങ്കിൽ നല്ലതുപോലെ അരിച്ചു പറക്കുമ്പോൾ അവന്റെ ആ ഒരു ഡ്രോയറിൽ നിന്ന് പെൻഡ്രൈവും ഹാർഡ് ഡിസ്കും എല്ലാം കിട്ടും. അതായത് ഇവനാണെങ്കിൽ വോയിസ് എല്ലാം സേവ് ചെയ്ത് വെച്ചതുപോലത്തെ. ഇതെല്ലാം അറിയുന്നതും നമ്മളുടെ ഹാങ്ങിനെയാണെങ്കിൽ അവളുടെ അമ്മ വിളിച്ചിട്ട് കാര്യം പറയും. അതായത് നമ്മളുടെ വീട്ടിലിപ്പോൾ ഭയങ്കര പ്രശ്നം നടക്കുവാണ്, യൂനുവിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്, അവന്റെ പേരിലാണ് എല്ലാ തെളിവും എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടെ പറയും, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആ സ്ഥലത്ത് പോലും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജർമ്മനി വന്നേക്കുമല്ലേ, അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് തെളിവാണെങ്കിലും ഒപ്പിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ ആരാണ് ഒളിഞ്ഞു കയറിയത് എന്ന് കണ്ടുപിടിക്കും, അതിനുശേഷം തന്നെയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയും വെക്കും. എന്താന്ന് വെച്ചാൽ അവൾക്ക് നല്ലതുപോലെ അറിയാം അവളെ ഇനിയും ഒരുപാട് ആൾക്കാർ വിളിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനുവിനാണ്. അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഒരു കടയിലായിട്ട് മെമ്മറി കാർഡ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു, എന്നാൽ ആ കടക്കാരനെ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നീ ഒരു സഹായം ചെയ്യണം, ആ കടയിൽ ചെന്നിട്ട് അയാളുടെ അടുത്ത് ഒന്നെന്നെ വിളിക്കാൻ പറയണം. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിന്റെ ഫ്രണ്ട് ആണെങ്കിൽ നേരെ ആ കടക്കാരൻ്റെ അടുത്തായിട്ട് വരും. എന്നിട്ട് ആ ഫ്രണ്ട് പറയും, ഇപ്പോൾ ആ കട ക്ലോസ് ചെയ്തേക്കുവാണ്, ആ കട ഇപ്പോൾ വർക്കിംഗ് അല്ല എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, എനിക്ക് ആദ്യമേ തൊട്ടേ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, എൻ്റെ കാർ ആ സൈഡിലായിട്ട് മാറ്റി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ കാറിനകത്ത് SD കാർഡും ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഡാഷ് ക്യാമിൽ നിന്നുള്ള ഫുട്ടേജ് കിട്ടുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ യൂനുവിന് ആദ്യമേ ഇക്കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവൻ നേരെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. ഹാങ്ങിൻ്റെ അടുത്ത് എത്തുന്നതും അവളാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും, അതെ നിന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും നീ ഫോൺ എടുക്കാനൊന്നും നിൽക്കണ്ട, നീ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാറ്. ഇതങ്ങോട്ട് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് തൊട്ട് പുറവേ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യൂനുവിനെ വിളിക്കും. അപ്പം നമ്മുടെ ഹാങ് പറയും, വേണ്ട നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഫോൺ വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നല്ലതുപോലെ അറിയാം യൂനു ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. അവൾ ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി ഇല്ലേ, അവരാണെങ്കിൽ ഓൾറെഡി ഒരു ഡിറ്റക്റ്റീവിൻ്റെ അടുത്താണെങ്കിൽ നമ്മളുടെ ആ ചെയർമാൻ്റെ ഗേൾഫ്രണ്ടിനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അയാളാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഈ ആൻറ്റി എടുത്ത് വന്നിട്ട് പറയും, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ഇത്രയും കാലവും ചെയർമാൻ്റെ മുമ്പിൽ കള്ളപ്പയില്ല നിന്നത്, ഇവരുടെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. പോരാത്തനി ഇവർ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ജയിലിൽ പോയതാ. ആ ജയിലിൽ വെച്ചിട്ട് തന്നെ ഇവരാണെങ്കിൽ ഒരു ചെറുക്കന് ജന്മവും കൊടുത്തു. ഇതിനെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയത്തില്ല, ഇതെല്ലാം അവർ സീക്രട്ടാക്കിയാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ആൻറ്റി ഭയങ്കര ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ വീട്ടിലായിട്ടെ യോനുവിൻ്റെ റൂമാണെങ്കിൽ എല്ലാവരോടും ചേർന്നിട്ട് നല്ലതുപോലെ പരിശോധിക്കുന്നതാണ്. അപ്പോഴവർ കണ്ടുപിടിക്കും അവൻ്റെ ആ റൂമിലായിട്ട് ഒരു സീക്രട്ട് ലോക്കർ ഉണ്ട് എന്ന്. അങ്ങനെ അവരാണെങ്കിൽ ആ സീക്രട്ട് ലോക്കർ ഓപ്പൺ ചെയ്യും. അങ്ങനെ അതിനകത്തുള്ള ഡോക്യുമെൻറ്റ്സ് കാണുന്നത് നമ്മുടെ ചെയർമാൻ ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇത് കാണുന്ന ഹാങ്ങിൻ്റെ അമ്മയും ഭയങ്കര ടെൻഷനാവും. അവർ വിചാരിക്കും എന്നാലും നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്താണെങ്കിൽ അവ ഇത്രയും കാലം ഭയങ്കര കെയറിങ്ങോ അതും ഇതൊക്കെ കാണിച്ചിട്ട് അവനിതെല്ലാം അഭിനയിക്കുമായിരുന്നോ, ഇവൻ യഥാർത്ഥത്തിൽ ചതിക്കുമായിരുന്നോ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങിനെ അതേപോലെ തന്നെ യൂനുവിനെയാണ്. ഇവർ രണ്ടുപേരും രാത്രി സമയത്ത് ഒരു ബ്രിഡ്ജിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുവാണ്. അവിടെ നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും, എന്തായിരുന്നാലും നാളെ അറിയാം എനിക്കിവിടെ സർജറി ചെയ്യാൻ പറ്റുമോ, ചികിത്സ ചെയ്യാൻ പറ്റുമോ എന്ന്. എന്തൊക്കെയായിരുന്നാലും എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ലക്കിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്നൊക്കെ അവൾ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ തൊട്ടടുത്ത് സ്ട്രീറ്റിലായിട്ടുള്ള ഒരു കട ശ്രദ്ധിക്കും. അവിടെയെന്ന് വെച്ചാൽ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും, എനിക്കാണെങ്കിൽ എൻ്റെ റിച്ചസ്റ്റ് ലൈഫിൽ നിന്ന് വേഗം തന്നെ താഴോട്ട് ഇറങ്ങി വരണമെന്ന് നല്ല ആഗ്രഹമാണ്, എനിക്ക് ആ ഫുഡ് കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അവിടെയായിട്ട് പോയി ക്യൂ നിൽക്കും, അപ്പോഴത്തേക്ക് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ അവളെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും. നമ്മുടെ യൂനു ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലീഫൊക്കെ വിൽക്കുന്ന ഒരാളില്ലായിരുന്നോ, ലക്കി ലീഫ് വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ വേഗം ഓടി അയാളുടെ മുമ്പിലായിട്ട് എത്തിയിട്ട് പറയും, എനിക്ക് നിങ്ങൾ വിൽക്കുന്ന എല്ലാ ലക്കി ലീഫും വേണം, ഞാൻ എത്ര പൈസ തരാനും റെഡിയാ എന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അതിനൊരു ബൊക്കെ പോലെ ചെയ്തെടുക്കും. എന്നിട്ട് നമ്മുടെ
നമ്മുടെ യൂനു ആണെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് യൂനുവും ഹാങ്ങും കൂടി നേരത്തെ ഒരു ബ്രിഡ്ജിലായിട്ട് ഒരു ലോക്ക് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവർക്കാണെങ്കിൽ 3 വർഷം മുന്നേ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. നമ്മുടെ യൂനു ജസ്റ്റ് ഒന്ന് നോക്കുന്നതും അവൻ ആദ്യമേ തന്നെ കാണുന്ന ആ ഒരു ലോക്കാണ്. ഇത് കാണുന്നതിന് ഭയങ്കര സന്തോഷം. അവൻ ഉടനെ തന്നെ അതിന്റെ പിക്കൊക്കെ എടുക്കും. അതേസമയം നമുക്ക് കാണിക്കും, അതായത് നമ്മുടെ ഹാങ്ങിന്റെ വീട്ടിലായിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. അവരെല്ലാവരും ചിന്തിക്കുന്നത് തന്നെ യൂനുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്നായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയുന്നത് പോലെ നമ്മുടെ ഗ്രേസ് ഉണ്ടല്ലോ, അവരാണെങ്കിൽ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ യൂനുവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ശത്രു കമ്പനി ആയിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വക്കീലാണ്. അവനൊരു ഡിവോഴ്സ് ലോയറുമാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അയാൾ ഉടനെ ഉറപ്പിക്കും, അതായത് നമ്മുടെ യൂനു ആണെങ്കിൽ ഇത്രയും കാലവും ഈ ക്യൂൻസ് ഗ്രൂപ്പിനെ ചതിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഇവരെല്ലാവരെയും ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കൂടിയത് എന്ന്. പെട്ടെന്ന് തന്നെ ഈ ചെയർമാൻ അവിടെ കിടന്ന് നല്ലതുപോലെ ബഹളം വെക്കാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ ആ ബ്രിഡ്ജിൽ നിന്ന് ആ ലോക്കിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ നമ്മുടെ ഹാങ്ങിന്റെ അടുത്തോട്ട് ഓടി വരാനായിട്ട് തുടങ്ങും. അതേസമയം നമ്മുടെ ഹാങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഒരു സ്റ്റോറിയിൽ നിന്ന് ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമല്ലായിരുന്നോ. അവൾ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ യൂനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബോറടിക്കുന്നതുകൊണ്ട് തന്നെ വേഗം അവളുടെ മൊബൈൽ ഫോൺ അങ്ങ് ഓൺ ആക്കും. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയുടെ കോൾ വരും. അവളൊന്ന് ചിന്തിക്കും, ഈ കോൾ എടുക്കണോ വേണ്ടയോ എന്ന്. അവസാനം അവൾ കോൾ എടുക്കാണ്ട് അതിനെ കട്ട് ചെയ്ത് വിടും. അതേസമയം തന്നെ ദൂരെ നിന്ന് നമ്മുടെ യൂനു ഓടി വരുന്നതും കാണും. ഇവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി വരുന്നത്. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. ഇപ്പോഴാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്താൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളുടെ ഹാങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ അമ്മയാണെങ്കിൽ അവൾക്കൊരു ഫോട്ടോ മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കും. നമ്മളുടെ ഹാങ് കാണുന്നത് ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ യൂനു റെഡിയാക്കിയ ഡിവോഴ്സ് പേപ്പർ ആയിരുന്നു. അതിനകത്ത് അവൻ്റെ സൈനും ഉണ്ട്. ഇത് കാണുന്നതിന് നമ്മളുടെ ഹാങ് അങ്ങോട്ട് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അവളാണെങ്കിൽ വിചാരിക്കും ഇത് സത്യമായിരിക്കത്തില്ല, ഇതാരെങ്കിലും ഉണ്ടാക്കിയെടുത്തതായിരിക്കും എന്ന്. വേഗം തന്നെ നമ്മളുടെ യൂനു അവളുടെ അടുത്തേക്ക് എത്തുന്നതും പെട്ടെന്ന് നമ്മൾ ദേഷ്യത്തിൽ അവൻ്റെ കൈയിരുന്ന ആ ബൊക്കയില്ലേ അതിനെ അങ്ങ് തട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, നീ സത്യം പറയണം, നീ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ലല്ലോ, ഇത് വേറെ ആരോ ചെയ്തതല്ലേ, നീ എന്നോട് കള്ളം പറയത്തില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം ഒന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഫോട്ടോ അവനെ കാണിക്കും. ഇത് കാണുന്നതിന് നമ്മളുടെ യൂനു ഭയങ്കര ഷോക്കാകും. അവനാണെങ്കിൽ ഇപ്പോൾ ഹാങ്ങിൻ്റെ അടുത്ത് കള്ളം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് അവനാണെങ്കിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യും, അതായത് അവൻ തന്നെയാണ് ഇത് സൈൻ ചെയ്തത് എന്ന്. നമ്മളുടെ ഹാങ് ഭയങ്കരമായിട്ടും തകർന്നു. അവൾക്ക് എന്ത് വേണോന്ന് കൂടി മനസ്സിലാവത്തില്ല. നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവളാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും അവിടെ പുറത്ത് നല്ലതുപോലെ മഴ പെയ്യത്തില്ലേ. ആ സമയത്ത് നമ്മളുടെ യൂനു ആണെങ്കിൽ ഇവക്കാണെങ്കിൽ ഒരു കുട കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവനാണെങ്കിൽ മഴ നനഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ അവളാണെങ്കിൽ പോകുന്ന വഴിയിൽ നോക്കുമ്പോൾ എന്തോ അവിടെ ബസ് സ്റ്റോപ്പിലായിട്ട് നമ്മളുടെ യൂനു നിന്ന് ചിരിക്കുവാണ്. അവൻ്റെ മുഖത്ത് ചിരി കാണുന്നതും അപ്പോഴും തന്നെ ഇവളങ്ങ് ഭയങ്കര ഫ്ലാറ്റാവും. ഇവള് പിന്നെ അവനെ വിടാതെ പിന്തുടരും. അതായത് ഇവൾ ആദ്യമേ ഇവനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഇവളുടെ മനസ്സ് സമ്മതിക്കാഞ്ഞാൽ അവൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവൻ്റെ പുറകെ തന്നെ വരും. അതായത് നമ്മുടെ യൂനു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവനെ തന്നെ നോക്കിക്കൊണ്ട് വരുന്നത്. അവൾക്കാണെങ്കിൽ അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ് മുന്നേ ഒരു തവണ ഈ യൂനുവിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അതായത് അവളുടെ ഫസ്റ്റ് ലവിനെ അവൾ ബസ്സിൽ വെച്ചാൽ കണ്ടേന്ന്. അതായത് അവളുടെ ഫസ്റ്റ് ലവ് വേറെ ആരുമല്ല, നമ്മളുടെ യൂനു തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എപ്പോഴാ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേ, നീ എന്താ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാഞ്ഞത്? അപ്പം നമ്മുടെ യൂനു പറയും, ഞാൻ നിന്നോട് പറയാൻ തന്നെ വന്നതാ, പക്ഷെ എനിക്ക് പറ്റിയില്ല എന്ന്. അപ്പം നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അവളാണെങ്കിൽ ചോദിക്കും, ഞാനന്ന് നിൻ്റെ അടുത്ത് എനിക്കിനി 3 മാസം കൂടിയേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ സമയത്തായിരുന്നു നീ എന്നോട് ഡിവോഴ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ. ഞാൻ ഓർക്കുന്നുണ്ട്, നിൻ്റെ കയ്യിലായിട്ട് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ യൂനു ആണെങ്കിൽ അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ട് അങ്ങ് തെറ്റിദ്ധരിക്കും. അവൾ പറയും, ഓഹോ അപ്പം ഞാൻ 3 മാസം കഴിഞ്ഞ് മരിക്കാൻ പോകുന്നത് കൊണ്ടല്ലേ നീ എന്നോട് ഡിവോഴ്സിനെ പറ്റി പറയാഞ്ഞേ? നീ എന്തായിരുന്നാലും എന്നോട് ഇത്രയും കാലവും കാണിച്ച കെയറിങ്ങും സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? നീ എന്നോടെല്ലാം അഭിനയിക്കുമായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കരമായിട്ട് തകർന്ന് സംസാരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂനു ആണെങ്കിൽ ആദ്യത്തെ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു വിചാരിച്ചേ, ഇവളെ ഡിവോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണോ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അതെല്ലാം സമ്മതിച്ചു കൊടുക്കും. ഇവനാണെങ്കിൽ എന്ത് പറയണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. ഹാങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്ന് ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. കാര്യം അവൾ എന്തൊക്കെയാണോ വിചാരിച്ചത് അതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് പറയും,
ഞാനാണെങ്കിൽ നമ്മൾ 3 വർഷം മുന്നേ ഇവിടുത്തെ ബ്രിഡ്ജിലായിട്ട് ഹാങ് ചെയ്തിട്ട് ആ ലോക്കില്ല അത് കണ്ടുപിടിച്ചു എന്ന്. എങ്കിൽ ഇതൊന്നും നമ്മളുടെ ഹാങ്ങിനെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമേ ആയിരുന്നില്ല. അവൾ അങ്ങനെ നേരെ അപ്പാർട്ട്മെന്റിലായിട്ട് വന്നിട്ട് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങും. അവളാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എനിക്കൊരു അവസരം തരണം, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഉടനെ തന്നെ ഹാങ് പറയും, എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല, നിന്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയാൻ യാതൊരു താല്പര്യവും ഇല്ല, ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്നും പറഞ്ഞിട്ട് അവൾ ഇറങ്ങാനായിട്ട് വരുന്നത് നമ്മളുടെ യൂനു ആണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ പൊക്കോളാം, നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനുള്ളതല്ലേ. എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. അവൾ വേഗം തന്നെ ഇവന്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് അങ്ങ് ഇറങ്ങും. ഇവളാണെങ്കിൽ നമ്മുടെ യൂനു വാങ്ങിച്ചു കൊടുത്ത ഷൂ ഇല്ലേ അതുപോലും എടുക്കാണ്ട പുറത്തോട്ട് ഇറങ്ങുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവൾക്ക് ഷൂ എടുത്തുകൊണ്ട് പുറകെ ഓടും. എന്നാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ വേഗം തന്നെ ലിഫ്റ്റിൽ കയറിയായിരുന്നു. ലിഫ്റ്റ് ക്ലോസ് ആവുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ടിരുന്ന് കരയും. അതായത് ഇവൾ ആദ്യമേ ഇവൾക്ക് 3 മാസം കൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യൂനു വന്നിട്ട് ഇവളെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതേപോലത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നല്ലോ. അവൾ ബാക്കിയുള്ളതെല്ലാം ഇവൻ അഭിനയിച്ചതാ എന്നങ്ങ് വിചാരിക്കും. അതായത് അവൻ അവളെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഡോറ് തുറക്കുമ്പോൾ എന്തുവാ നല്ലൊരു വെളിച്ചം അവളുടെ മുഖത്തടിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അവൾക്ക് ഒന്ന് ബോധം വരുമ്പോൾ എന്തോ അവൾ ഏതോ ഒരു റോഡിന്റെ നടുക്കായിട്ട് നിൽക്കുവാണ്. അവൾക്ക് പോലും മനസ്സിലാവത്തില്ല അവൾ എങ്ങനെയാ ഇവിടെ വന്നേ എന്ന്. പെട്ടെന്ന് തന്നെ അവളൊന്ന് നോക്കുമ്പോൾ അവളെ ആണെങ്കിൽ ഒരു ട്രക്ക് ഇടിക്കാനായിട്ട് ഇങ്ങനെ വരും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ പുറകിൽ നിന്ന് വന്നിട്ടേ ഇവളുടെ കൈയെ പിടിച്ചിട്ട് അങ്ങ് പിടിച്ചു മാറ്റും. എന്നിട്ട് അവൻ പറയും, നിനക്ക് നല്ലതുപോലെ അറിയാം, നിനക്ക് ചില നേരത്ത് ഒന്നും ഓർമ്മ കാണത്തില്ല എന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ കാര്യം എങ്ങനെ ശരിയാവും, എനിക്ക് ഒരവസരം എന്താ, ഞാനെല്ലാം നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ പറയും, വേണ്ട, നീ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ഇനി നീ എന്നെ ഈ ഒരു അവസ്ഥ കാണുവാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ വരണമൊന്നുമില്ല, എന്നെ അങ്ങനെ അങ്ങ് വിട്ടാര്, ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് അവൾ ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര സങ്കടമാവും. ഹാങ് വേഗം തന്നെ നമ്മുടെ യൂനുവിൻ്റെ കൈയും തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്നു പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചിയോളിനെയാണ്. അവനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഡീഹിയോട് സംസാരിക്കുമായിരുന്നു. അവനവിടെ പറയും, എങ്കിലും ഞാൻ ഒട്ടും വിചാരിച്ചില്ല യൂനു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. എൻ്റെ അപ്പൂപ്പനെതിരെ ഓരോന്നൊക്കെ ചെയ്തിട്ട് അവനാണെങ്കിൽ എൻ്റെ ചേച്ചിനെ ഡിവോഴ്സ് ചെയ്യാനും തയ്യാറെടുത്തേക്കുന്നു. എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നതേ ഇവനെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് ആ ആൻറ്റി ആയിട്ടുള്ള ജോയാണ് എന്ന്. എന്താന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി 3 തവണ ഡിവോഴ്സായി നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എനിക്ക് അവരുടെ കാര്യത്തിൽ നല്ല ഡൗട്ടും ഉണ്ട്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ യൂനുവും അതേപോലെ തന്നെ ഈ ആൻറ്റിയും കൂടി എന്നിട്ട് ഭയങ്കരമായിട്ട് എന്തോ സീരിയസ് ആയി സംസാരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിച്ച്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡീഹിക്ക് ഭയങ്കര ഡൗട്ട് അടിക്കും. അവൾ ചോദിക്കും, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എന്ന്. അവളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ ഡോക്ടറിനെ വന്ന് കണ്ട് സംസാരിക്കുന്നതാണ്. അവിടെ ഡോക്ടർ പറയും, നമ്മളുടെ ഹാങ്ങിൻ്റെ കണ്ടീഷനിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, അവളുടെ WBC കൗണ്ട് ആണെങ്കിൽ ഇപ്പോഴും സെയിം തന്നെയാണ് എന്ന്. അപ്പോൾ ആ ഡോക്ടർ പറയും, നിങ്ങളെങ്കിലും ഹോപ്പ് കളയൊന്നും വേണ്ട, എത്രയോ പേഷ്യൻസ് ഉണ്ടെന്നറിയാവോ, അവരെല്ലാവരും മിറാക്കിൾ വഴി ജീവനോടെ വന്നവർ. അവരുടെ എല്ലാ ലൈഫിലെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഡ്രീമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹമോ എന്തെങ്കിലും ഒരു സംഭവം കാണും. അത് വെച്ചിട്ടാണ് അവരെല്ലാവരും തിരിച്ച് വന്നിട്ടുള്ളത് എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു നേഴ്സ് വന്നിട്ടാണെങ്കിൽ ഡോക്ടറിനെ അറിയിക്കും. അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് അങ്ങ് പോയി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ഹാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് എന്താ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ എന്ന്. അപ്പം നമ്മളുടെ ഹാങ് ആണെങ്കിൽ പറയും, എനിക്കിപ്പോൾ ജീവിക്കണമെന്നേ ഇല്ല, ഞാനാണെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് തന്നെ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു, അപ്പോൾ നീ ആണെങ്കിൽ ഞാൻ മരിക്കണമെന്നല്ലേ ആഗ്രഹിച്ചത്. ഓക്കെ, അങ്ങനെ തന്നെ നടക്കട്ടെ, ഞാൻ 3 മാസം കഴിയുമ്പോൾ മരിച്ചു തന്നെ പൊക്കോളാം. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനുവിനൊരു കാര്യം മനസ്സിലാവും. അതായത് അവളിപ്പോൾ അവളുടെ ലൈഫിനെ തന്നെ ഗീവപ്പ് ചെയ്യുവാണ് എന്ന്. അവൾക്ക് ജീവിക്കാനുള്ള ഒരാഗ്രഹവും ഇല്ല എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിന്റെ കയ്യിലായിട്ട് കയറി പിടിച്ചിട്ട് പറയും, അതെ, എനിക്ക് നീ മരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം, നീ മരിക്കാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുക തന്നെയാണ് ചെയ്തത്. എന്താ, മരിക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് തരുന്നില്ലേ, ഡിവോഴ്സ് തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. നിന്നെ കാരണം ഞാൻ എൻ്റെ ലൈഫ് നരകത്തിനെ പോലെ ചെലവഴിച്ചത്. പണക്കാരനായി എന്നുള്ളത്
സത്യമാണ്. അല്ലാണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ലായിരുന്നു. അതുകൊണ്ട് നീ എനിക്ക് ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമായിരിക്കും. നീ ആ വിൽപത്രം ചേഞ്ച് ആക്കുമെന്നല്ലേ പറഞ്ഞത്, അതും കൂടി അങ്ങ് ആക്കി തരണം. എങ്കിൽ മാത്രമേ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റൂ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ യൂനൂനെ അടിച്ച് ശരിയാക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയും കാണിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ഞാൻ നീ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നോട് ഡിവോഴ്സിനെ പറ്റി പറയാഞ്ഞത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മുടെ യൂനു ആണെങ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ അവനവൻ്റെ ടോണൊക്കെ മാറ്റി സംസാരിക്കുന്ന കേട്ടിട്ട് അവക്കാണെങ്കിൽ എന്ത് ചെയ്യണോ എന്നറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ യൂനു പറയും, നിന്നെ കാരണം എൻ്റെ ജീവിതം എന്തുമാത്രം നരകമായെന്ന് നിനക്കറിയാവോ, ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാവോ, ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കിപ്പോൾ എന്താ വേണ്ടേന്ന്. അപ്പോൾ നമ്മുടെ യൂനു പറയും, എനിക്ക് ഡിവോഴ്സ് വേണം, കൂട്ടത്തിൽ തന്നെ നീ ഒരു വെൽപത്രം എഴുതുമെന്നും പറഞ്ഞില്ലേ, അതും എൻ്റെ പേരിലാക്കി തരണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ കൈയൊക്കെ ചുരുട്ടി പിടിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും നേരം വിചാരിച്ചത് അവൾക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നായിരുന്നില്ലേ, എന്നാൽ പെട്ടെന്ന് തന്നെ അവൾക്ക് ജീവിക്കണമെന്ന് തോന്നും. സത്യത്തിൽ നമ്മുടെ യൂനു ഇങ്ങനെ ചെയ്യുന്നതും ഇതേ കാരണത്തിന്റെ പേരിലാണ്. ഡോക്ടർ അവൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ അവൾക്ക് അവളുടെ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്ന്. അതിൻ്റെ പേരിലാണ് നമ്മുടെ യൂനു ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹാങ് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നീ സമാധാനമായിട്ട് ഒരിക്കലും ജീവിക്കത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ യൂനു പറയും, അതെ അത് തന്നെയാണ് വേണ്ടത്, നീ എന്നെ വെറുതെ വിടരുത്, നീ എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രയും ടോർച്ചർ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് അടി കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചെയർമാൻ്റെ അടുത്താണ്. അവിടെയാണെങ്കിൽ ചെയർമാനും ഹാങ്ങിൻ്റെ അച്ഛനും അതേപോലെ തന്നെ ചിയോളും എല്ലാവരോടും ചേർന്നിട്ട് ഒരു മീറ്റിംഗ് പോലെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അവിടെ ഓരോരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ പറയും, ഞാനാണെങ്കിൽ ചിയോളുടെ പ്രായത്തിൽ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇവരുടെ കമ്പനി ആണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുക, അതായത് ഫണ്ട് റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് എല്ലാവരും നമ്മുടെ ചിയോളിനെ നോക്കി സംസാരിക്കും. അവന് കാര്യമൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ചിയോളിനെ നോക്കിയിട്ട് പറയും, നിനക്കും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ ജയിലിൽ പോകത്തില്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിനെ എന്തുവാന്നൊന്നും മനസ്സിലാവത്തില്ല. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുന്നതും നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛൻ പറയും, പിന്നെന്താ, അവനാണെങ്കിൽ ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ജയിലിലൊക്കെ പോയാലല്ലേ നീയാണ് ഈ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ അടുത്ത തലമുറയിലുള്ള ആളെന്ന് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിന് മനസ്സിലാവും, അതായത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അവസാനം ജയിലിൽ പോവേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവനായിരിക്കും പോവേണ്ടത് എന്ന്. ഉടനെ തന്നെ ചിയോള് പറയും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനൊന്നും പോകത്തില്ല ജയിലിൽ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ പറയും, നമ്മളുടെ സ്റ്റോക്കൊക്കെ ഇവ ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുവാണ്, അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരാളിനെ ആവശ്യമുണ്ട് എന്ന്. അപ്പോഴും നമ്മുടെ ചെയർമാൻ ഇങ്ങനെ ആലോചിക്കും, അതായത് യൂൻസെങ്ങും നമ്മളുടെ ചിയോളും കൂടി ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് നടത്താമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമല്ലായിരുന്നോ. വേഗം തന്നെ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ചിയോളിൻ്റെ അടുത്ത് പറയും, നീ ആ പ്രോജക്റ്റ് നടത്താൻ വേണ്ടി ഇരുന്നതല്ലേ, ഞാൻ അതിനെ അപ്രൂവ് ചെയ്യുവാണ്, ആ യൂൻസെങ്ങുമായിട്ട് ചേർന്ന് നിനക്കത് ചെയ്യാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും കൂടി തിരിച്ച് കൊറിയയിലോട്ട് വരുന്നതാണ്. അവരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ അവിടുത്തെ എയർപോർട്ടിലായിട്ടുള്ള ന്യൂസിൽ ഒരു സംഭവം കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിയോളും അതേപോലെ തന്നെ യൂൻസെങ്ങും കൂടി ചേർന്നിട്ട് അവരുടെ ആ പ്രോജക്റ്റിലെ അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ യൂനു ഭയങ്കര ഷോക്കാവും. എന്താണെന്ന് വെച്ചാൽ അവൻ ഓൾറെഡി പറഞ്ഞിട്ടല്ലേ പോയത്, ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ലതുപോലെ ആലോചിക്കണം എന്ന്. അപ്പോൾ അവൻ വിചാരിക്കും, എന്നാലും ഈ ചിയോള് ഇത്ര പെട്ടെന്ന് എടിപിടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻസങ് ആണെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇവൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിധേനെ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഒരു 3/4 ഷെയറും കൈക്കലാക്കണം. അവൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും ഇപ്പോൾ തുടങ്ങുന്ന ആ പ്രോജക്റ്റിൽ നിന്ന് വലിയ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ അതിനകത്ത് പല പ്ലാനും റെഡിയാക്കിയും വെച്ചിട്ടുണ്ട്. അവൻ അതിനെപ്പറ്റിയൊക്കെ അവൻ്റെ ടീമിൻ്റെ അടുത്ത് നല്ലതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യും. അവരും ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ക്യൂൻസ് ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂൻസങ് മാത്രമായിട്ടായിരിക്കും അവസാനം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരോടും ഇരുന്നിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ചെയർമാൻ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, എങ്കിലും നിനക്ക് എങ്ങനെ അവനെ വിശ്വസിക്കാൻ സാധിച്ചു? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛനും
ഇത് തന്നെ പറയുന്നത്. യോനുവിനെ നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചു, എങ്കിലും അവൻ ഇങ്ങനെ ചെയ്യുന്നു ഞാനും ഒട്ടും വിശ്വസിക്കുന്നില്ല. ഉടനെ തന്നെ ചെയർമാൻ പറയും, എങ്കിലും അവനെതിരെയാണല്ലോ എല്ലാ തെളിവും. പോരാത്തിന് അവനാണെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുവാണ്. അവൻ ഡിവോഴ്സ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? അവൻ ഇനി വേറെ വല്ല അഫെയറും കാണോ? എന്തായിരുന്നാലും അവനുള്ള നല്ല പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ചെയർമാൻ ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ഹാങ് ആണെങ്കിൽ അവിടെ പറയും, അതായത് എൻ്റെ പ്രശ്നമല്ലേ, ഞാൻ എന്തായിരുന്നാലും ഇത് സോൾവ് ആക്കിക്കോളാം. എനിക്ക് നന്നായിട്ടറിയാം യോനുവിനെ എന്ത് വേണോ എന്ന്. അവന് ഞാൻ ഉറപ്പായിട്ടും ഡിവോഴ്സ് കൊടുക്കും, കൂട്ടത്തിൽ തന്നെ ഈ കമ്പനിയിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതിന് മുന്നേ ആയിട്ട് എനിക്ക് അവൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടട്ടെ, അവൻ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനും അടപ്പിച്ച് അവനെ എത്രത്തോളം നശിപ്പിക്കാവോ അത്രയും നശിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വിടത്തോളൂ എന്നൊക്കെ നമ്മുടെ ഹാങ് പറയും. ഇവളിപ്പോൾ തീരുമാനം എടുത്തിട്ടിരിക്കുക, അതായത് നമ്മുടെ യോനുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കണം എന്ന്. എന്നിട്ട് അവൾ പറയും, ഇതെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തോളാം, നിങ്ങൾ ഇതിനകത്ത് തലയിടേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും. കൂട്ടത്തിൽ തന്നെ അവിടെ ഇരിക്കുന്ന ആ ഡിവോഴ്സ് പേപ്പർ ഇല്ലേ, അതും അവൾ എടുത്തിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യോനുവിനെയാണ്. അവനാണെങ്കിൽ കൊറിയയ്ക്ക് വരുന്നതും നേരെ വന്ന് മീറ്റ് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ടിനെയാണ്. ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ യോനുവിനെ കാണുന്നതും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കൂട്ടത്തിൽ തന്നെ ചോദിക്കും, അല്ല നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? നീ ഹാങ് തമ്മിൽ വലിയൊരു അടി കഴിഞ്ഞിട്ട് നിൽക്കുമല്ലേ, അവൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ, അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ യോനു പറയും, അവൾ ദേഷിച്ചതൊന്നുമില്ല, പകരം അവൾ കരയുക ചെയ്തത്. എനിക്കത് കണ്ടപ്പോഴാണ് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞേന്ന്. അപ്പോൾ നമ്മളുടെ യൂനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, എങ്കിൽ പിന്നെ നിനക്ക് സത്യമെല്ലാം പറഞ്ഞുവിടായിരുന്നു, നിനക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാ എന്ന്. ഉടനെ തന്നെ യൂനു പറയും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൾ പഴയ അവസ്ഥയിലോട്ട് പോകും. അതിനേക്കാട്ടി നല്ലത് അവൾക്ക് ഇനിയും ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്. അവൾ എന്നെ നശിപ്പിക്കാൻ എന്നുള്ള പേരിലെങ്കിലും കുറച്ച് കാലവും കൂടി എൻഗേജ്ഡ് ആയിട്ടിരിക്കുമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അവൻ പറയും. എന്നിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ നേരെ കാണാൻ വരുന്ന നമ്മുടെ ചെയർമാനെയാണ്. അയാളെ കണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂനു ഇങ്ങനെ ഇറങ്ങി വരുന്നത് പുറത്തായിട്ട് ചിയോള് കാത്തിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ യൂനുവിനെ കണ്ടിട്ട് ചോദിക്കും, എങ്കിലും നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നിനക്കാണെങ്കിൽ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആവണമല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചത്. എന്തൊക്കെയായിരുന്നാലും നീ ഒരിക്കലും ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനൊന്നും ആവത്തില്ല, ആ പൊസിഷൻ എനിക്കുള്ളതാ. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ യൂനു ആണെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്യാതെ കയറി പോകാനായിട്ട് ഒരുങ്ങും. അപ്പോൾ നമ്മളുടെ ചിയോള് വീണ്ടും പുറകെ വന്ന് സംസാരിക്കാൻ ഒരുങ്ങും. ഉടനെ തന്നെ നമ്മളുടെ യൂനു അവൻ്റെ അടുത്ത് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ആ പ്രോജക്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഓൾറെഡി നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ആ പ്രോജക്റ്റിനകത്ത് എന്തോ ഒരു ട്രാപ്പ് ഉണ്ട് എന്ന്. നിനക്കാണെങ്കിൽ തോന്നുന്നതാ അതിൽ നിന്ന് നിനക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന്. എനിക്ക് തോന്നുന്നത് നിന്നെ അവർ പറഞ്ഞു പറ്റിക്കുമെന്നാ. പോരാത്തതിന് നീ നടത്താൻ പോകുന്ന ആ സ്ഥലത്തിൻ്റെ ലൈസൻസ് പോലും ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, അതൊക്കെ കിട്ടുമെന്ന് നിനക്ക് എന്താ ഇത്രയ്ക്ക് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ചിയോളുടെ അടുത്ത് വീണ്ടും വാണിങ് കൊടുക്കും. എന്നാൽ ചിയോളാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും, നീ എന്തിനാ ഞാൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്നത്? ഞാൻ ഇത്തവണ ചെയ്യുന്നത് സക്സസ് ആവുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. നീ നോക്കിക്കോ, ഞാൻ ഉറപ്പായിട്ടും അതിനകത്ത് സക്സസ് ആയി കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിയോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന യൂനുവിന് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. അവന് മനസ്സിലാവും, അതായത് ഇനി ചിയോളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന്. അങ്ങനെ നമ്മളുടെ യൂനു ആണെങ്കിൽ വേഗം തന്നെ അകത്തോട്ട് കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ ആ വീട്ടിനകത്തായിട്ട് ചെന്ന് കയറുന്നതാണ്. ഇപ്പൊ ആരെയും അങ്ങനെയൊന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല. നമ്മുടെ യൂനുവിനെ കാണുന്നതും ഹാങ്ങിന്റെ അമ്മ പറയും, നീയാണെങ്കിൽ നിന്റെ കയ്യിലുള്ള ഡിവൈസ് എല്ലാം ഇവിടെ വെച്ചിട്ട് കയറിയാൽ മതി. നമ്മുടെ യൂനുവിനെയും നല്ലതുപോലെ ചെക്ക് ചെയ്തിട്ടാ അവരകത്തോട്ട് കയറ്റി വിടുന്നത്. നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ യൂനുവിനെ കാണുന്നതും അവൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നീ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നീ എന്തിനാ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? പോരാത്തതിന് നിനക്കാണെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് മനസ്സിലായി. നീ എൻ്റെ റൂമിലായിട്ട് ഒരു ഡിവൈസ് വെച്ചില്ലേ, അത് വെച്ചിട്ട് നീ ഇൻഫർമേഷൻ എല്ലാം ചോർത്തിട്ട് വേറൊരു കമ്പനിക്കും കൊടുത്തു. ഫിനാൻഷ്യൽ ടീമിലെ ആളുമായിട്ട് നീ നല്ല ടൈപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് സംസാരിക്കും. യൂനു ആണെങ്കിൽ പറയും, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ കൺഫേം ആയിട്ട് പറയാം, ഞാൻ നിങ്ങളുടെ കമ്പനീനെ ഒരിക്കലും ഒറ്റ കൊടുക്കാൻ നോക്കിയിട്ടില്ല. എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രൂഫൊന്നും ഇല്ല, എങ്കിലും ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ ഈ ചെയർമാൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കമ്പനിയുടെ ആളും അതേപോലെ തന്നെ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ ഹെഡും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഇവർ രണ്ടുപേരും പണ്ട് തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് ഇയാൾ തന്നെയായിരിക്കും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തത് എന്നാ. അതേപോലെ തന്നെ എൻ്റെ റൂമിൽ ഇങ്ങനെയുള്ള ഡിവൈസസ് ഒന്നും വെച്ചത് ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, അത് വേറെ ആരോ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് കുറച്ച് വിശ്വാസം വരും. അയാളാണെങ്കിൽ അപ്പോൾ ചോദിക്കും, അപ്പോൾ പിന്നെ
നീ തന്നെ പറ, ആരായിരിക്കും നമ്മുടെ കമ്പനിക്കെതിരെയായിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? അപ്പോൾ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും, അതിനെപ്പറ്റി ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് നമ്മുടെ യൂൻ സംഘം കണ്ടുകൊണ്ടിരിക്കുക. അതായത് അവനൊരു പെയിൻറ്റിങ് കൊടുത്തില്ലേ, അതുവഴി അവനാണെങ്കിൽ ലാപ്ടോപ്പിൽ ഇതെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻ സംഘം ആണെങ്കിൽ ഫിനാൻഷ്യലിൻ്റെ ഹെഡിനെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ യൂൻവോ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം, നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം സ്പീഡപ്പ് ആക്കണം എന്ന്. എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ യൂനുവിൻ്റെ വീട് കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ ചേട്ടനുണ്ടല്ലോ, ആളാണെങ്കിൽ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഷെയർസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴവനാണെങ്കിൽ അതിനെയെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്നത് നമ്മുടെ യൂനുവിൻ്റെ ചേച്ചി വന്നിട്ട് അവനെ ഒരുപാട് വഴക്ക് പറയും. അവന് കിട്ടുന്ന പൈസയെല്ലാം അവൻ ഇങ്ങനെ ഷെയർ എല്ലാം വാങ്ങിച്ച് കളയുവാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിൻ്റെ അമ്മ അവിടേക്ക് ഇറങ്ങി വരും. അവർ വന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ഒരു മോശപ്പെട്ട സ്വപ്നം കണ്ടു, അതുകൊണ്ട് എനിക്ക് വേഗം തന്നെ എൻ്റെ മോൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിൻ്റെ അമ്മ യൂനുവിൻ്റെ ഫോണിലായിട്ട് വിളിക്കും. അവിടെ കോൾ അറ്റൻഡ് ചെയ്ത നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയായിരുന്നു. അവരാണെങ്കിൽ പറയും, നിങ്ങളുടെ മോനെ എന്തോ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയാവോ, നിങ്ങളുടെ മോൻ എൻ്റെ മോളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് കേൾക്കുന്നതും നമ്മളുടെ യൂനുവിൻ്റെ അമ്മ പറയും, അതായിരുന്നോ, അവൻ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു, അത് നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, കുട്ടികളുടെ ഇടയിൽ പല പല പ്രശ്നങ്ങൾ കാണും, അത് അവർ തന്നെ സോൾവ് ആക്കിക്കോളും. ഉടനെ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും, അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല, യൂനു ആണെങ്കിൽ ആ ഡിവോഴ്സ് പേപ്പറിൽ ഓൾറെഡി സൈൻ ചെയ്ത് വെച്ചേക്കുവാണ്, ഇന്ന് നോക്കിക്കോ, അവനെ ഞാൻ വെറുതെ വിടത്തില്ല, അവനെ ഈ വീട്ടിൽ നിന്ന് ഉടനെ തന്നെ ഞാൻ അടിച്ച് പുറത്താക്കും എന്നൊക്കെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ യൂനുവിൻ്റെ അമ്മ എടുത്ത് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ അമ്മ ഭയങ്കര ഷോക്കായി പോകും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ യൂനുവിൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ, യൂനുവിൻ്റെ ചേട്ടനാണെങ്കിൽ ഉടനെ തന്നെ അവൻ്റെ കയ്യിരുന്ന ഷെയർസില്ലേ അതെല്ലാം എടുത്തിട്ട് അങ്ങ് സെയിൽ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവിൻ്റെ ഹാങ്ങിൻ്റെയും ഡിവോഴ്സ് അങ്ങനെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള റേറ്റിംഗ് ഇല്ലേ അതെല്ലാം താന്നു പോകും. അത് പേടിച്ചിട്ട് അവനിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂനുവിൻ്റെ ചേട്ടനായിട്ടുള്ള ടേയില്ലേ, അവനാണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നടന്ന കാര്യം പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ ഭയങ്കര ഷോക്കായി പോകും. അയാൾ വേഗം തന്നെ ചാടി അങ്ങ് എഴുന്നേക്കും. നമ്മുടെ യൂനുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സില്ലേ അവരവിടെ പറയും, നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യൂനു ആണെങ്കിൽ ആ പേപ്പർ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തോ, പോരാത്തതിന് ഇവർക്ക് രണ്ടുപേർക്കിടയിൽ അതിനു വേണ്ടിയുള്ള വലിയ പ്രശ്നം എന്തുവാ എന്ന് ഇവിടെ ആർക്കും തന്നെ ഒന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവിടുത്തെ ആ ചെയർമാൻ്റെ ആ ഗേൾ ഫ്രണ്ട് ഇല്ലേ അവരുമായിട്ടിരുന്ന് സംസാരിക്കുന്നയാ. നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും, സത്യത്തിൽ യൂനുവിൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു, എന്നിട്ട് അവരാണെങ്കിൽ ഒന്നും പറയാതെ മിണ്ടാതിരുന്നു. പോരാത്തതിന് ഹാങ് ആണെങ്കിൽ അവരുടെ നാട്ടിൽ ചെന്നപ്പോൾ അവളുടെ വീഡിയോ എല്ലാം എടുത്ത് അവളുടെ പോലും പെർമിഷൻ ചോദിക്കാണ്ടെടുത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഈ നാട്ടുകാരൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ആൻറ്റി വരും. ഈ ആൻറ്റി ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയടുത്ത് പറയും, ചേച്ചി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, യൂനു ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല. അപ്പം നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും, എനിക്കറിയാം നിനക്കല്ലേലും ആദ്യമേ തൊട്ടേ അവനെ ഭയങ്കര കാര്യമാണല്ലോ, നീ അവനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ആൻറ്റി ചോദിക്കും, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ചുറ്റിനുള്ള എല്ലാവരെയും അറിയാം എന്നാണോ പറയുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റി നോക്കുന്നത് നമ്മുടെ ഈ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ അവരെ തന്നെയാണ്. അവർ സംസാരിക്കുന്ന മൊത്തം നമ്മുടെ യൂനുവിനെ പറ്റിയിട്ടാണെങ്കിലും ആൻറ്റിയുടെ ശ്രദ്ധ മൊത്തവും ആ ഗേൾ ഫ്രണ്ടിൻ്റെ മുകളിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആൻറ്റി മുമ്പത്തെ ഒരു കാര്യവും ആലോചിക്കും. അതായത് നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ആ ഡിറ്റക്റ്റീവിനെ കണ്ട് സംസാരിച്ചായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിക്കാണെങ്കിൽ എല്ലാവരെയും മുമ്പിൽ വന്നിട്ട് ഈ ഗേൾ ഫ്രണ്ടിൻ്റെ സത്യാവസ്ഥ എല്ലാം പറയണം എന്നുണ്ട്. അവരതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ നേരത്തെ നമ്മുടെ ആ ഡിറ്റക്റ്റീവ് പറയും, നിങ്ങളിപ്പോൾ അത്യാവശ്യപ്പെട്ട് ഇത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ തെളിവുകളും ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യമേ തെളിവെല്ലാം കണ്ടുപിടിക്കാം. അവരെത്ര വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് നിസ്സാരമായിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അവർ ജയിലിൽ കിടന്ന സമയത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നല്ലേ പറഞ്ഞ, ആ കുഞ്ഞ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് കൈയോടെ അവരെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാം. അതുവരെ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് നമ്മുടെ ജോയുടെ അടുത്ത് പറയും. ഇതാലോചിച്ചിട്ട് നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഇപ്പം മിണ്ടാണ്ട് നിൽക്കുന്നത്. അവരാണെങ്കിൽ ഈ ഗേൾ ഫ്രണ്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയടുത്ത് ഭയങ്കര കെയറിങ് ആയിട്ടൊക്കെ സംസാരിക്കും. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാങ്ങിൻ്റെ ഇഷ്ടമല്ലേ, അവളുടെ ലൈഫാണ്, അവൾ തന്നെ തീരുമാനിക്കട്ടെ. ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്, അതിനെ നമ്മളായിട്ട് വെറുതെ കുളവാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വഴിക്ക് തന്നെ നടന്നോളും എന്നൊക്കെ അവർ പറയും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ആൻറ്റിക്ക് ഇട്ടൊരു കുത്തും കൊടുക്കും. ഇതാ കണ്ടില്ലേ 3 ഡിവോഴ്സായിട്ട് നിൽക്കുന്നത്, എന്നിട്ട് ഇവർക്ക് യാതൊരു കൂസലും ഇല്ലല്ലോ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ആൻറ്റിക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവരാണെങ്കിൽ അപ്പോഴും തന്നെ അവിടെ നിന്നങ്ങ് പോവും. കാര്യം അവർക്കറിയാം, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൽ കൂടുതൽ ഇനി കേൾക്കേണ്ടി വരുമോ
എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂനു ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് അവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ ഈ ആൻറ്റി നടന്നു പോകുന്നതാണ്. ആൻറ്റിക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ യൂനുവിനെ കണ്ടിട്ട് ഒന്നും വേണ്ടത്തില്ല, അവരങ്ങ് നടന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനു ആണെങ്കിൽ റൂമിലെത്തുമ്പോൾ എന്തുവാ അവിടെയായിട്ട് അവൻ്റെ ഓപ്പോസിറ്റ് നമ്മളുടെ ഹാങ് വന്ന് നിൽക്കും. എന്നിട്ട് അവളുടെ കയ്യിലായിട്ടൊരു പേപ്പറും ഉണ്ട്. അവളാണെങ്കിൽ പറയും, ദാ കണ്ടില്ലേ, നീ തന്ന ആ ഡിവോഴ്സ് പേപ്പറിനകത്ത് ഞാനും സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പേപ്പർ എൻ്റെ കയ്യിലിരിക്കും. ഇത് എപ്പോഴും സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ സബ്മിറ്റ് ചെയ്യണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, അതുവരേക്കും ഇത് എൻ്റെ കയ്യിലിരിക്കും എന്നവൾ ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഒന്നും വേണ്ടത്തില്ല. നമ്മുടെ ഹാങ് അവിടെ പറയാൻ തുടങ്ങും, അതായത് എൻ്റെ ആൻറ്റി ആണെങ്കിൽ 3 തവണ ഡിവോഴ്സ് ചെയ്തില്ലേ, ഞാൻ അവരെ കണ്ടു തന്നെ വളർന്നത്, അവരാണെങ്കിൽ അവരുടെ എക്സ് ഹസ്ബൻഡിനെയൊക്കെ എങ്ങനെയാണ് ടോർച്ചർ ചെയ്തേന്ന്. നീ അത്രയൊന്നും വിചാരിക്കേണ്ട, അതിലും കൂടുതൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും, ഓക്കെ നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നീ അതെല്ലാം ചെയ്തോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാനായിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ പോവും. എന്നിട്ട് പറയും, നീ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതേപോലെയൊക്കെ ചെയ്തോ, പക്ഷേ എനിക്കൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നീ ആ യൂൻസ് എങ്ങനെയും വിശ്വസിക്കരുത്. അവനാണെങ്കിൽ ഇത്രയും കാലമില്ലാത്തൊരു കെയർ അല്ലേ നിൻ്റെ അടുത്ത് ഇപ്പോൾ കാണിക്കുന്നത്. നിൻ്റെ ഫാമിലിയിൽ നുഴഞ്ഞു കയറാനും നോക്കി. അതും പോരാഞ്ഞ് അവനാണെങ്കിൽ ചിയോളിൻ്റെ ബിസിനസ്സിൽ എന്തുമാത്രം പണമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്കെന്തോ ഇതൊക്കെ അങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ചോദിക്കും, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ, നിൻ്റെ കയ്യിൽ അതിനു വേണ്ടി എന്ത് പ്രൂഫാണ് ഉള്ളത്? അപ്പം നമ്മുടെ യൂനു പറയും, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കൽ ഹണ്ടിങ്ങിന് പോയപ്പോൾ അവിടെ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ അവിടുത്തെ ഫെൻസസൊക്കെ തകർത്തിട്ടില്ലേ, അതിൻ്റെ മെമ്മറി കാർഡ് എനിക്ക് കിട്ടിയായിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടി ഞാനൊരു ഷോപ്പിൽ കൊടുത്തിരുന്നതാ. എന്നാൽ അതേ ഷോപ്പിൽ തന്നെ യൂൻ സംഘം ചെന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ അവിടെ ഇട്ടൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ക്യാമറയിലാണ് ഇത് കണ്ടത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതെന്തിനാ ഞാനിപ്പോൾ അവനെ സംശയിക്കുന്നത്, അവൻ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ആ സ്റ്റോറിൽ പോയതാണെങ്കിലോ. അപ്പോൾ നമ്മളുടെ യൂനു പറയും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ അവനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് എന്ന്. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു മോട്ടീവുണ്ട്, അതിന് വേണ്ടി തന്നെയാണ് അവൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹാങ് പറയും, അതിനാരാ പറഞ്ഞ് ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മളുടെ യൂനു പറയും, നീ വിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് കാണിച്ച സ്നേഹം അന്ന് അഭിനയിച്ചിരുന്നിട്ട് നീ അത് സത്യമാണെന്നല്ലേ വിശ്വസിച്ചത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനു അവിടെ നിന്നങ്ങ് പോവും. അവൻ നല്ല സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ് ഉണ്ടല്ലോ, അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ജോലിക്കാരത്തൊക്കെ പറയും, ഇന്ന് തൊട്ട് എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് മതി, ഞാൻ കുറേ മീറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നല്ല കിടിലം മാലയൊക്കെ എടുത്തിട്ട് ലിമിറ്റഡ് എഡിഷനിലുള്ള അവളുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി അവൾ ഓഫീസിലായിട്ട് വരും. എല്ലാവരും അവളെ കാണുന്നതും ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുമായിരുന്നു. അവൾ ഇന്ന് നല്ല കിടിലമായിട്ടാണ് ഒരുങ്ങി ഓഫീസിലോട്ട് വന്നേക്കുന്നത്. അവളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരോടും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും നമ്മളുടെ ഹാങ്ങിൻ്റെ സെക്രട്ടറിയിലെ അവരാണെങ്കിൽ പറയും, ഇന്ന് ഈ ദിവസം എല്ലാവരും നല്ല കെയർഫുൾ ആയിട്ടിരിക്കണം, മേഡത്തിൻ്റെ മൂഡ് അത്ര ശരിയല്ല എന്ന് തോന്നുന്നേ എന്ന്. അവിടെയായിട്ടൊരു പുതിയ ജോയിനി ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ചോദിക്കും, അല്ല ഇന്ന് ആ മേഡത്തിനെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു, അവർ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന്. അവർ നല്ല ഹാപ്പിയാണെന്നാണ് തോന്നുന്നത്. ഉടനെ തന്നെ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ അവിടെ പറയും, ഇന്ന് ഹാങ് ആണെങ്കിൽ ഒട്ടും ഹാപ്പിയല്ല, അവരാരുടെത്തോ ഭയങ്കര ദേഷ്യത്തിലാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കണം, ആരും ആവശ്യമില്ലാത്ത ഒരു പണിയും വാങ്ങി വെക്കരുത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ് ആണെങ്കിൽ അവളുടെ ഓഫീസിലിരുന്നിട്ട് ഓരോരോ ഫയലൊക്കെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴവിടെയായിട്ട് പുതിയ ന്യൂ ജോയിനിയില്ലേ ആ പെങ്കൊച്ചു ചായയുമായിട്ട് വരും. ഇവളാണെങ്കിൽ ഭയങ്കര പേടിച്ചാണ് വരുന്നത്. പേടിച്ച് അവസാനം ആ ചായയാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ ഒരു ഫയലായിട്ട് അങ്ങ് തട്ടി ഒഴിക്കും. പെട്ടെന്ന് തന്നെ അവളവിടെ സോറി പറയും. അവൾ വിചാരിക്കും അവളുടെ കാര്യം ഇപ്പോൾ കട്ടപ്പോകയാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവളുടെ അടുത്ത് വലുതായിട്ട് ദേഷിക്കത്തൊന്നുമില്ല. അവളുടെ അടുത്ത് പറയും, സാരമില്ല, നിങ്ങൾ എന്തായിരുന്നാലും ഇത് തുടച്ചിട്ട് പൊക്കോ, ഞാൻ വേറെ കോഫി പറഞ്ഞോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ആ ഇൻറ്റേൺ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവരാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാങ് അവിടെ പറയും, ഞാൻ നിങ്ങളുടെ അടുത്ത് വലിയ ദേഷ്യത്തിലൊന്നുമല്ല, എനിക്ക് ദേഷ്യം എൻ്റെ ലൈഫിനോട് തന്നെ. എനിക്കൊരു ആളുടെ അടുത്ത് മാത്രമാണ് ഭയങ്കര ദേഷ്യം, അയാളോട് മാത്രമേ ഞാൻ ദേഷ്യം കാണിക്കൂ, അല്ലാണ്ട് അനാവശ്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ട് എന്തോത്തിനാ എന്നിങ്ങനെ പറയും. ഇതാണെങ്കിൽ നമ്മളുടെ ആ ഇൻറ്റേൺ വന്നിട്ട് അവിടെയുള്ള ബാക്കി സ്റ്റാഫിൻ്റെ അടുത്തെല്ലാം പറയും, മേഡം ഏതോ ഒരാളുടെ അടുത്ത് മാത്രമാണ് ദേഷ്യം എന്ന്. ഇത് കേൾക്കുന്നതും അവരെല്ലാവരും ഞെട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ ആ ഹതഭാഗ്യം എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ യൂനു തന്നെ.
അവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ തുരിഞ്ഞിറങ്ങിയേക്കുവാണ്. അവൾ അങ്ങനെ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത് പറയും, അതായത് നമ്മുടെ യൂനുവിൻ്റെ സിസ്റ്റവും അവിടെയുള്ള ഫയൽസും ഡസ്റ്റ്ബിൻ സഹിതം എല്ലാം പരിശോധിക്കണം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ ഇൻഫോം ചെയ്യണോ എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ ഓഫീസിൽ വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ എല്ലാം കാലിയായിട്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിന് മനസ്സിലാവും, അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ അവളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു, അവളാണെങ്കിൽ അവനിട്ട് പണി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയേക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനു റെഡിയാക്കിയ കുറേ ഫയലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അതായത് ഇവരാണെങ്കിൽ ജർമ്മനി പോകുന്നതിന് മുന്നേ അവൻ ഓൾറെഡി ഇതെല്ലാം സെറ്റാക്കി കൊടുത്തതാ. ആ സമയത്ത് നമ്മുടെ ഹാങ് ഇതെല്ലാം അപ്രൂവും ചെയ്തതാണ്. എങ്കിലും അവൾ ഒന്നും കൂടി റീവാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ നിൽക്കുന്ന സെക്രട്ടറി അടുത്ത് പറയും, ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം ഒന്നുകൂടി ശരിയാക്കി കൊണ്ടുവരാൻ യൂനുവിൻ്റെ അടുത്ത് പറയണോ എന്ന്. ഇത് കേൾക്കുന്ന സെക്രട്ടറി ഭയങ്കര ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജർമ്മനി പോകുന്നതിന് മുന്നേ വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴാണല്ലോ ഇങ്ങനെയുള്ള സീനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇവരാണെങ്കിൽ നമ്മുടെ ഹാങ് പറഞ്ഞതനുസരിച്ച് ആ ഡോക്യുമെൻ്റ് എല്ലാം നമ്മുടെ യൂനുവിൻ്റെ കയ്യിലായിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. യൂനു ആണെങ്കിൽ അവിടെ പറഞ്ഞയക്കും, അതായത് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇനിയും ഡിലേ ആക്കി കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, ഇതിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ഓൾറെഡി അപ്രൂവ് ചെയ്തതാണല്ലോ എന്ന്. എന്നാൽ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവളുടെ സെക്രട്ടറി എടുത്ത് പറഞ്ഞിട്ട് വിടും, അതായത് പെനാൽറ്റി വരുവാണെങ്കിൽ വരട്ടെ, നമുക്ക് എന്താ പ്രശ്നം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, എന്തുവരുന്നാലും നിങ്ങളുടെ പണി ആദ്യമേ നല്ലതുപോലെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് വീണ്ടും ഫയൽസ് തിരിച്ചു കൊടുത്തു വിടും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് പെട്ടിരിക്കുന്ന നമ്മുടെ ഹാങ്ങിൻ്റെ സെക്രട്ടറിയും അതേപോലെ തന്നെ യൂനുവിൻ്റെ സെക്രട്ടറിയാണ്. ഇവർ രണ്ടുപേരും വിചാരിക്കും ഇവർ രണ്ടെണ്ണവും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് തന്നെയാണ്. ഇത്രയും കാലം അവർക്കിടയിലുണ്ടായിരുന്ന പിണക്കം പോലെയൊന്നുമല്ല, ഇത് കുറച്ച് കടുപ്പമാണ്. എന്തായിരുന്നാലും ഇവർ രണ്ടുപേരും ഇനിയും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടാൻ പോകുന്നത് നമുക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ഏർപ്പാട് ചെയ്തു വയ്ക്കാം. അങ്ങനെ രണ്ട് സെക്രട്ടറിമാരോട് നിന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെയും അതേപോലെ തന്നെ ഹാങ്ങിൻ്റെയും ഷെഡ്യൂൾസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കും. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒരു ഹോട്ടലിലായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ കൊളീഗ്സുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയാലോ എന്നുള്ള പ്ലാനിങ്ങും ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിന് ഇപ്പം നല്ലതുപോലെ അറിയാം, അതായത് അവനിട്ട് നമ്മുടെ ഹാങ് ഇപ്പം നല്ലതുപോലെ പണി കൊടുത്തുകൊണ്ടിരിക്കുക എന്ന്. എങ്കിലും അവനെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. നമ്മുടെ യൂനു ആണെങ്കിൽ ഇപ്പോൾ ഏത് ഹോട്ടലിലാണോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അതേ ഹോട്ടലിലോട്ട് തന്നെ നമ്മുടെ ഹാങ്ങും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ അവിടെ നിൽക്കുന്ന യൂനുവിൻ്റെ അടുത്ത് പറയും, നമ്മളെന്തിനാ ഇപ്പോൾ ഇത്രയും വലിയ ഹോട്ടലിലോട്ട് പോകുന്നത്, നമുക്ക് അടുത്തുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയാൽ പോരെ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കൊളീഗ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും ചോദിക്കും. സത്യം പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ യൂനു പറഞ്ഞ അതേ ഹോട്ടൽ തന്നെ ആയിരുന്നു. അങ്ങനെ വേഗം തന്നെ നമ്മുടെ ഈ സെക്രട്ടറി ആണെങ്കിൽ ഇവരെല്ലാവരെയും മെസ്സേജ് അയച്ചിട്ട് പറയും, നിങ്ങളൊന്ന് പറ, അല്ലാന്നുണ്ടെങ്കിൽ ഹാങ്ങിനുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആയിരിക്കും അവസാനം പണി കിട്ടുന്നതെന്ന്. അങ്ങനെ ഈ സ്റ്റാഫുകൾ എല്ലാവരോടും പറയും, ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോവാമെന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ ബി ബിൽഡിങ്ങിലുള്ള ഒരു ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വരും. അതേസമയം തന്നെ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഹാങ്ങിൻ്റെ സെക്രട്ടറിക്കും മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, ഞങ്ങളാണെങ്കിൽ ബി ബിൽഡിങ്ങിൻ്റെ ലിഫ്റ്റിലാണ് കയറാൻ പോകുന്നത്, നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നതെന്ന് ചോദിക്കും. അങ്ങനെ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ഹാങ്ങിനെയും കൊണ്ട് എ ബിൽഡിങ്ങിൻ്റെ ലിഫ്റ്റിലായിട്ട് കയറാൻ വേണ്ടി വന്നിരിക്കും. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തുവാ ആ ലിഫ്റ്റ് എത്താനാണെങ്കിൽ ഇനിയും ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഹാങ് പറയും, എങ്കിൽ പിന്നെ നമുക്ക് ബി ബിൽഡിങ്ങിൻ്റെ ലിഫ്റ്റിലായിട്ട് കയറാൻ പോവാം എന്ന്. ഉടനെ തന്നെ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ സെക്രട്ടറിയിലെ അവനെ മെസ്സേജ് അയച്ചിട്ട് പറയും, ഞങ്ങളിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് വരുക എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ സെക്രട്ടറി ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. ഉടനെ തന്നെ അവനാണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് പറയും, നമ്മൾ ഇവിടെ നിൽക്കുന്ന എന്തിനാ, നമുക്കാണെങ്കിൽ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെയർ വഴി ഇറങ്ങി പോയാൽ പോരെ, അതല്ലേ നല്ലത്, അത് തന്നെയല്ലേ ആരോഗ്യത്തിന് നല്ലത്. എന്നാൽ ഇതൊന്നും ആരും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. എല്ലാവരും ഇവിടെ ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സെക്രട്ടറി ആണെങ്കിൽ എല്ലാവർക്കും കൂടി മെസ്സേജ് അയക്കാനായിട്ട് ഇറങ്ങും. എന്നാൽ അവനൊരു അബദ്ധം പറ്റും. അവൻ അയക്കുന്ന മെസ്സേജ് കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് പോകുന്നത്. അതിനകത്താണെങ്കിൽ നമ്മളുടെ യൂനുവും ഉണ്ട്, അവനും ആ മെസ്സേജ് കാണും. അതേ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഹാങ്ങും അവിടേക്ക് വരും. ഹാങ് ആണെങ്കിൽ ഇവരെ കാണുന്നതും ചോദിക്കും, ആഹാ നിങ്ങളെല്ലാവരും എവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ യൂന് പറയും, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുക എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് ചോദിക്കും, നിങ്ങൾക്ക് അതിനും വേണ്ടി ഫ്രീ ടൈം ഉണ്ടോ, അതുകൊണ്ടാണോ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂന്
പറയും, ഞങ്ങളെല്ലാവരും പണിയെടുക്കുന്നുണ്ട്, പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഞങ്ങളെന്താ ഫുഡ് കഴിക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ നമ്മുടെ ഹാങ് പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, എന്തായിരുന്നാലും ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് 3 വർഷത്തിനിടയിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണോ ഇവിടെ ഉള്ളത് അതെല്ലാം എനിക്ക് ഒന്നും കൂടി അയച്ചു തരണം, എനിക്കതെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യാനുണ്ട്, ഈച്ച് ആൻഡ് എവരിത്തിങ് എനിക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ സമാധാനം ആവത്തുള്ളൂ എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അപ്പോൾ നമ്മളുടെ ഹാങ് പറയും, എന്തായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ റീവാല്യൂ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ വേഗം തന്നെ ആ ലിഫ്റ്റ് വരുന്നതും അതിനകത്ത് കയറി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുനു അങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ വേഗം തന്നെ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പറയും, നമുക്കെങ്കിൽ പിന്നെ സ്റ്റെയർ വഴി പോയാലോ, അത് തന്നെയല്ലേ ആരോഗ്യത്തിന് നല്ലത് എന്ന്. അവനിവിടെ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ഗ്രേസിനെ കാണിച്ചുകൊണ്ടാണ്. അവരാണെങ്കിൽ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിനെതിരായിട്ട് ഒരാൾ പ്രവർത്തിച്ചില്ലേ, അതായത് ക്യൂൻസ് ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരാൾ, അയാളാണെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിലായിട്ട് നിൽക്കുക. അയാളിപ്പോൾ ഈ രാജേന്ദ്രനെ വിടാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസ് വന്നിട്ട് പറയും, നിങ്ങളൊരു കാര്യം മറക്കരുത്, നിങ്ങൾ കാരണമാണ് ക്യൂൻസ് ഗ്രൂപ്പ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ലോസിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലാണ് നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്, നിങ്ങളെ പിന്നെ ജയിലിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇനി ഒരിക്കലും കൊറിയയിലോട്ട് തിരിച്ചു വരരുത്, നിങ്ങളെ എവിടോട്ടാണ് പറഞ്ഞു വിടുന്നത് അവിടെ തന്നെ സ്റ്റേ ചെയ്തോണം, എനിക്കത് മാത്രമേ ഉപദേശിക്കാനുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹാങ്ങിൻ്റെ വീട്ടിലാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഹാങ്ങിൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന വേലക്കാർ പോലും നമ്മുടെ യൂൻസങ്ങിൻ്റെ സൈഡാണ്. അവരാണെങ്കിൽ ഹാങ്ങിൻ്റെ റൂം വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് എല്ലാം ഇവന് പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവർ വൃത്തിയാക്കുന്നതും വേസ്റ്റ് പിന്നീന്ന് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു ബില്ല് കാണും. ഇത് കാണുന്നതും ആ ലേഡി ആണെങ്കിൽ എടുത്ത് നമ്മുടെ യൂൻസങ്ങിനെ അയച്ചു കൊടുക്കും. യൂൻസങ് ഇത് കാണുന്നതും ഭയങ്കര ഷോക്കാകും. അവന് മനസ്സിലാവത്തില്ല നമ്മുടെ ഹാങ്ങിന് എന്താ അസുഖം എന്ന്. അവനങ്ങനെ ആ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ യൂൻസങ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കും. അതായത് പണ്ടൊരിക്കൽ നമ്മുടെ ഹാങ് ഇവൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ ഇവനാണെങ്കിൽ അവളുടെ മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ടൈമിൽ അതിനകത്ത് ഒരു മെഡിസിൻ കണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരിക്കലാണെങ്കിൽ ഇവൻ നമ്മുടെ ഹാങ്ങിനെ വിളിച്ചിട്ടും ഇവള് മൈൻഡ് പോലും ചെയ്തില്ല. ഇവക്കെന്തോ വയ്യായിക ഉണ്ടെന്ന് ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ യൂൻസങ് അങ്ങ് കൺഫേം ആക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ ഒരു വാച്ച് കടയിലായിട്ട് വരുന്നതാണ്. ഈ വാച്ച് ഷോപ്പിലാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകളൊക്കെ വിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. അതായത് നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ആ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിലെ അയാളുടെ തോളിലായിട്ട് കൈ വിട്ട് നിൽക്കുന്ന ഒരാളുടെ ഇത്. ആ കൈക്കകത്ത് കെട്ടിയിരിക്കുന്ന ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ചാണ്. അപ്പം നമ്മുടെ യൂനു വന്നിട്ട് ആ ലേഡി എടുത്ത് ചോദിക്കും, നിങ്ങളല്ലേ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകളൊക്കെ വിൽക്കുന്നത്? ഈ വാച്ചിനകത്താണെങ്കിൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ ഈ വാച്ച് ആരാണ് വാങ്ങിയത് എന്ന്? ഉടനെ തന്നെ ആ ലേഡി പറയും, പിന്നെ എന്താ, ഇതേപോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകൾ ഞങ്ങളൊരു 10 എണ്ണം മാത്രമേ ഇറക്കിയിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് തരാമെന്നൊക്കെ പറയും. നമ്മുടെ യൂനു ആണെങ്കിൽ ഈ ഷോപ്പിൽ നിൽക്കുന്ന ആ ലേഡിയിലെ അവരുടെ അമ്മേനെ എന്തിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂനുവിന് ഇപ്പം ഇവരുടെ അടുത്ത് നിന്നും ഹെൽപ്പൊക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചിയോളിനെയാണ്. അവനാണെങ്കിൽ അവിടെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിക്കുമായിരുന്നു. അവൻ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്കും ഒക്കെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ കുഞ്ഞിലെ സൈക്കിൾ ചവിട്ടാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. അവൻ്റെ അമ്മയാണെങ്കിൽ അതിനെ സമ്മതിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ആലോചിച്ചിട്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഡീഹിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അവൾ അതൊക്കെ കണ്ടിട്ട് വലിയ മൈൻഡ് ആക്കാണ്ട് ഇവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ ചിയോളിൻ്റെ അമ്മ വരും. അവരാണെങ്കിൽ ഇവനിങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന കാണുന്നേ ഭയങ്കര ടെൻഷനാവും. അവർ വന്നിട്ട് പറയും, നീ എന്തിനാ ഇപ്പോൾ സൈക്കിൾ ഓടിക്കുന്നേ, നീ ഒന്ന് അടങ്ങിയിരുന്നേ, നിനക്ക് വല്ല പരിക്കും പറ്റും. ഉടനെ തന്നെ നമ്മുടെ ചിയോള് വന്നിട്ട് അവരുടെ അടുത്ത് പറയും, അമ്മ എന്തിനാ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുഞ്ഞിലെ തൊട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അമ്മ എന്നെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. സൈക്കിൾ ഓടിക്കാനോ ബൈക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ സ്കേറ്റ് ബോർഡ് ചെയ്യാനോ ഒന്നിനും എന്നെ സമ്മതിച്ചിട്ടില്ല. ഉടനെ തന്നെ നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും, ഞാനതൊക്കെ നിന്നെ സമ്മതിക്കാഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ചിയോള് ചോദിക്കും, എന്നും പറഞ്ഞിട്ട് ജീവിതകാലം മൊത്തവും എനിക്കിങ്ങനെ കൂട്ടിലടച്ച കിളീനെ പോലെ ജീവിക്കാൻ പറ്റുമോ? എനിക്കൊരു കുഞ്ഞുണ്ട്, അവൻ എനിക്കിതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം. ഉടനെ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മ പറയും, അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയ പോലെ, നീ തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് എന്താ ഇത്രയ്ക്ക് വലിയ നിർബന്ധം? ഉടനെ തന്നെ നമ്മളുടെ ചിയോള് പറയും, പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാനല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ആണോ
പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് അവൻ ചോദിക്കും. സത്യത്തില് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം ഉടനെ തന്നെ വീണ്ടും സൈക്കിൾ എവിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഡീഹിക്കുണ്ടല്ലോ ഒരുമാതിരി ഗിൽറ്റി ഫീൽ ചെയ്യും. അവളപ്പോൾ വിചാരിക്കും ഇത്രയും പാവപ്പെട്ട ഒരുത്തനെയാണല്ലോ ഞാൻ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഉടനെ തന്നെ അവൾക്കൊരു കോളും വരും. ആ കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ളൊരു കോളായിരുന്നു. അവൾ അതിനകത്താണെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ഓഫീസിലാണ്. അവിടെയാണെങ്കിൽ അവളുടെ സെക്രട്ടറി വന്നിട്ട് പറയും, മാഡം ഇന്നൊരു സംഭവം നടന്നു, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, ഞാൻ ഇതുവരെ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹാങ് ചോദിക്കും നിങ്ങൾ എന്തുവാ കണ്ടത്? അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഇന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിട്ട് പോയിട്ട് ഒരു പെണ്ണിൻ്റെ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ചോദിക്കും ഒരു പെണ്ണിൻ്റെ പേരോ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ സെക്രട്ടറി പറയും അത് യൂൻസു എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ പേരും വിളിച്ചുകൊണ്ട് അവനങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ അവൻ്റെ അടുത്തായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാ സ്ഥലവും എംറ്റി ആയിരുന്നു. ഇത് കണ്ടു തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കായി പോയി. യൂനുവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നും ചോദിച്ചിട്ട് ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് പറയും ഓ അതായിരുന്നു, അതിനെ എത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോ, അതത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് അവിടെ നിന്ന് വീണ്ടും ആലോചിക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛനെയാണ്. അയാളായിരുന്നു ഇത്രയും കാലം നമ്മുടെ യൂനുവിൻ്റെ പുറകെ രണ്ടാൾക്കാർ ഇങ്ങനെ സ്പൈനെ പോലെ നടക്കത്തില്ലേ അവരെ ഏർപ്പാടാക്കിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂനു എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവൻ ട്രസ്റ്റ് വർത്തിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെയാണെങ്കിൽ അവർ നമ്മുടെ യൂനുവിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറയും. അതായത് അവൻ എവിടേക്കാണ് പോകുന്നത്, ആരെയൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അവർ പറയും എനിക്ക് തോന്നുന്നില്ല ഈ യൂനു ആണെങ്കിൽ നിങ്ങളുടെ മോളെ ചതിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും പെണ്ണിനെ കാണുന്നുണ്ട് എന്ന്. എന്താണെന്ന് വെച്ചാൽ അവൻ എവിടെ പോയാലും ഒറ്റയ്ക്കാണ് എന്നും പറഞ്ഞിട്ട് അവരെല്ലാ ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കും. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ പുതുതായിട്ട് 2-3 സ്ഥലത്തൂടെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് പോലത്തെ ഒരു ഗെയിം കളിക്കത്തില്ലേ അതേപോലത്തെ ഒരു സ്ഥലത്ത്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മുത്തശ്ശിയുടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ രണ്ടിടത്തും അവൻ ഒറ്റയ്ക്ക് പോയി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഷോക്കായി പോകും. അയാൾ ആലോചിക്കും എന്നാലും ഈ യൂനു എന്തോത്തിന് ഇവിടെ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകുന്നത്, അവൻ ഇവിടേക്ക് എന്തിനാ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഉടനെ തന്നെ നമ്മളുടെ അവിടെയുള്ള ആ ഒരു ഡിറ്റക്റ്റീവ് പറയും നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞങ്ങളാണെങ്കിൽ ആ യൂനുവിൻ്റെ ഫോണും ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ വീട്ടിൽ വരുന്ന വഴിക്കായിട്ട് ഒരു പൂച്ചക്കുട്ടീനെ കണ്ടിട്ട് അതിന് ഫുഡും കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഫോൺ ഹാക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അതിനകത്ത് മൊത്തം പൂച്ചക്കുട്ടിയുടെ ഫോട്ടോ, പോരാത്തതിന് നിങ്ങളുടെ മോളുടെ ഫോട്ടോയാണ്. ആ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്ന കണ്ടാലേ അറിയാം അവനാണെങ്കിൽ ഹാങ്ങിനെ ഭയങ്കര ഇഷ്ടമായെന്ന്. കാര്യം എന്ത് കിടിലമായിട്ട് അവൻ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. ഒരാണും ഇഷ്ടപ്പെടാത്തൊരു പെണ്ണിൻ്റെ ഫോട്ടോ ഇത്ര കിടിലമായിട്ടൊന്നും എടുത്ത് വെക്കത്തില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛൻ ഭയങ്കര ഞെട്ടിപ്പോവും. അങ്ങനെ ഹാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ നേരെ ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും എനിക്ക് തോന്നുന്നില്ല യൂനു നിന്നെ ചതിക്കുക എന്ന്. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടും അവൻ ഭയങ്കര നീറ്റായിട്ടുള്ള ഒരാളായെന്നാണ് മനസ്സിലായത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ഹാങ് പറയും എനിക്ക് തോന്നുന്നില്ല അവൻ അത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഒരാളായെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനുവിന് എപ്പോഴും അറിയാം അവനെ ഫോളോ ചെയ്ത് 2 പേര് എപ്പോഴും അവൻ്റെ പുറകെ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് കോൺഷ്യസ് ആയിട്ട് മാത്രമേ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അവൻ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും അവൻ പുറത്ത് കാണിക്കാത്ത രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായിരുന്നാലും നാളെ നോക്കാം. ഞാനാണെങ്കിൽ എൻ്റെ കമ്പനിയിലെ ഓഡിറ്റ് ടീമിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യൂനുവിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി സെർച്ച് ചെയ്ത് നല്ല പോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അപ്പോൾ അറിയാലോ യൂനു എന്തൊക്കെയാണ് അഴിമതി കാണിച്ചേക്കുന്നതെന്ന്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹാങ് ആണെങ്കിൽ ഭയങ്കര വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അതായത് നമ്മുടെ യൂനുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ അങ്ങ് ഭയങ്കര ഷോക്കായിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നില്ലേ, അതും യൂനുവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അവനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇന്നസെൻ്റ് ആണ്. ഈ റിപ്പോർട്ട് വായിക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ എന്ത് വേണോന്നറിയാണ്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ യൂനുവിൻ്റെ ഈ പണമൊക്കെ ട്രാൻസാക്ഷൻ ചെയ്തില്ലേ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എടുക്കും. അപ്പോഴാണെങ്കിൽ അതിനകത്ത് അവനാണെങ്കിൽ ഒരു പ്രത്യേക എമൗണ്ട് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ഹാങ് പറയും ഇവൻ ഈ പണം എവിടെയാണ് സ്പെൻഡ് ചെയ്തത് എന്നൊന്ന് കണ്ടുപിടിക്കണോ എന്ന്. നോക്കുമ്പോൾ അതൊരു ഫ്ലവർ ഷോപ്പിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഹാങ്ങും അവളുടെ സെക്രട്ടറിയും കൂടി നേരെ ആ ഫ്ലവർ ഷോപ്പിലായിട്ട് വരും. അവിടെ വന്നിട്ട് അതിനെപ്പറ്റി തിരക്കുമ്പോൾ അവരറിയും അതായത് ഇതൊരു പെങ്കൊച്ചിൻ്റെ അഡ്രസ്സിലോട്ടാണ് സെൻഡ് ചെയ്തേക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഹാങ് അവിടെ പറയും കണ്ടില്ലേ എനിക്ക് അന്നേ അറിയായിരുന്നു ഇവനാണെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണുമെന്ന്. ദാ ഇപ്പം ആ കള്ളത്തരം നമ്മൾ പൊക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ആണെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടില്ലേ ആ അഡ്രസ്സിലായിട്ട് വരും. അവിടെ എത്തുന്നത് നമ്മുടെ ഹാങ് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ഒരാൾ മരിച്ചിട്ട് അവിടെയായിട്ട് അതിൻ്റെ ഫ്യൂണറൽ ചടങ്ങൊക്കെ നടക്കുമായിരുന്നു. ആ മരിച്ച ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ സ്റ്റോറിൽ വർക്ക് ചെയ്തിരുന്ന ഒരു എംപ്ലോയിയുടെ അമ്മയാണ്. ഈ ബൊക്കെ അയച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ
നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിലെ ഹാങ്ങിൻ്റെ പേരിലുമാണ്. അതായത് അവരോട് വിഷമം അറിയിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ആ പെണ്ണിനെ കാണുന്നേ നമ്മുടെ ഹാങ്ങിന് ഓർമ്മ വരും. അതായത് അവളും മുന്നേ കണ്ടായിരുന്നല്ലോ ഈ പെങ്കൊച്ചൊരു ദിവസം വാഷ്റൂമിലിരുന്ന് കരയുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അതേ പെണ്ണ് തന്നെയാണ്. ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ കാണുന്നേ ഭയങ്കര സന്തോഷിച്ച് ഓടി വന്നിട്ട് പറയും, മേഡം നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ടും കിടന്ന് കരയും. ഇത് കാണുന്നേ നമ്മുടെ ഹാങ്ങിനും അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും അറിയത്തില്ലായിരുന്നു. അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൾ ആ ഫ്യൂണറൽ ഹാളിൽ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്നത് അവിടെയായിട്ട് നമ്മളുടെ യൂനു നടന്നു വരും. ഇവനെ കാണുന്നേ നമ്മളുടെ ഹാങ് വയ്ക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നല്ലവനാവാൻ വേണ്ടിയിട്ട് നോക്കുവാണോ, ഇങ്ങനെ എൻ്റെ പേരിൽ അയക്കേണ്ട യാതൊരു ആവശ്യമില്ല, അതൊന്നും കണ്ടിട്ടൊന്നും ഞാനൊരിക്കലും എൻ്റെ മനസ്സൊന്നും അലിയിക്കാൻ പോകുന്നില്ല, നോക്കിക്കോ നിന്നെ ഞാൻ ഉടനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും, നിൻ്റെ ഒരു കളിയും ഞാൻ സമ്മതിച്ചെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വരുന്നത് നമ്മുടെ യൂൻസിങ്ങിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് അവളുടെ ആ ഹാർമൻ്റെ പ്രോജക്റ്റില്ലേ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ യൂൻസങ് പറയും, നമ്മളുടെ ആ പ്രോജക്റ്റ് ഇപ്പോൾ ഹാർമൻ സമ്മതിച്ച് തന്നിട്ടുണ്ട്, അവന് നമ്മളുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓക്കെ ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ ഭയങ്കര ഡൗട്ടാവും. അവളാണെങ്കിൽ യൂൻസങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നീ എന്തിനാ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നത്, നീയും ഞാനും തമ്മിലുള്ള അത്രയ്ക്കുള്ള ബന്ധം എന്തുവാണ്, എന്തൊക്കെയായിരുന്നാലും ഞാൻ ഒരുപാട് കടപ്പെട്ടവളാണ്, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അതപ്പം തന്നെ ചെയ്തു തരാം എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ഒരുമാതിരി സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയും, നീ ഉടനെ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം, നിൻ്റെയും യൂനുവിൻ്റെയും കാര്യത്തിൽ അവൻ നിന്നോട് ഡിവോഴ്സ് വേണമെന്നല്ലേ പറഞ്ഞത്, നീ അതുകൊണ്ട് വേഗം തന്നെ അവന് ഡിവോഴ്സ് കൊടുക്കണം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ എൻ്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ സംസാരിക്കുന്നേ, അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം ഞാൻ നിനക്ക് തന്നിട്ടുമില്ല, നീയും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി നീ നോക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ പറയും, എനിക്ക് സത്യത്തിൽ നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അവനുമായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. അവൾ പറയും, എനിക്കിപ്പോൾ സംസാരിക്കാൻ യാതൊരു മൂഡും ഇല്ല, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിനക്ക് ഹേർട്ടാവും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹാങ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവൾക്ക് തലകറക്കം പോലെയും ഫീൽ ചെയ്യും. എങ്കിലും അവൾക്കാണെങ്കിൽ അവിടെ അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അവൾ അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. നമ്മുടെ ഹാങ് ആണെങ്കിൽ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തുന്നതും അവളുടെ കയ്യിലായിട്ട് ഈ തലകറക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ ഉണ്ട്. അത് നോക്കുമ്പോൾ എന്തുവാ അവളുടെ ബാഗിലായിട്ടില്ല. ആ മെഡിസിൻ ആണെങ്കിൽ ഇപ്പം നമ്മുടെ യൂൻസങ് എടുത്ത് കയ്യിൽ വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ വേറൊന്നും ചിന്തിക്കത്തില്ല, അവൾ വേഗം തന്നെ ലിഫ്റ്റ് കയറി അങ്ങ് പോവാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ യൂനു ആണെങ്കിൽ ഈ യൂൻസങ്ങിനെ പറ്റി നല്ലതുപോലെ അന്വേഷിക്കുന്നതാണ്. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ അന്വേഷിക്കുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, ഇവനാണെങ്കിൽ പുറത്താണ് പഠിച്ചതും വളർന്നതും ഒക്കെ, ഇവൻ സത്യത്തിൽ കൊറിയയിലുണ്ടായിരുന്ന ഒരു ഓർഫനേജിലാണ് വളർന്നത്, എന്നാൽ അവൻ്റെ ഇപ്പോഴത്തെ പേരൻസ് ഇല്ലേ അവനെ അഡോപ്റ്റ് ചെയ്യുക ചെയ്തത്. എന്നാൽ വേറൊരു സംഭവം ഉണ്ട്, അതെനിക്ക് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട് യൂൻസങ്ങിൻ്റെ പേരൻസ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. എന്നാൽ റിപ്പോർട്ടെല്ലാം പറയുന്നത് അവരെല്ലാവരും നല്ലതുപോലെ കുടിച്ചിട്ടാണ് ആക്സിഡൻ്റ് ആയത് എന്നാ. പക്ഷേ അയൽക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുടിക്കുന്ന ശീലമില്ലെന്നുമാണ്. ഇതിൻ്റെ സത്യം എന്തുവാന്ന് അറിയത്തില്ല. എന്നാൽ പോലീസാണെങ്കിൽ കുടിച്ചിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആണെന്നും പറഞ്ഞിട്ട് അതിനെ എങ്ങ് എഴുതി തള്ളി. ഇതൊക്കെ ആലോചിക്കുന്നത് നമ്മളുടെ യൂനുവിനും ഒന്നും മനസ്സിലാവത്തില്ല. അവനിങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടിരുന്ന് എല്ലാം നല്ലതുപോലെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം റിവീലാക്കും. അതായത് നമ്മുടെ യൂൻസങ്ങിൻ്റെ അമ്മ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ചെയർമാൻ്റെ ആ ഗേൾ ഫ്രണ്ടില്ലേ അവർ തന്നെയാണ്. അതായത് അവർ ജയിലിൽ വെച്ചിട്ട് പ്രസവിച്ച അവരുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ യൂൻസങ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ യൂൻസങ് അവൻ്റെ വീട്ടിൽ കൂടി നടക്കുന്നതും അവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ട് വരും. അവരാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര കാര്യത്തിലൊക്കെ സംസാരിക്കുന്നത്. അവർ പറയും, നമുക്ക് ഉടനെ തന്നെ ആ ചെയർമാനെയും അയാളുടെ ഫാമിലിനെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്ന്. ഇവരതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂൻസങ്ങിനെയാണെങ്കിൽ അവർ നമ്മുടെ ഈ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ തന്നെ ഓർഫനേജിലാണ് വളർത്തിയത്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ചെയർമാനെ അങ്ങ് വളച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ചെയർമാൻ്റെ ഗേൾ ഫ്രണ്ടും യൂൻസങ്ങും കൂടി ചേർന്നിട്ട് ചെയർമാൻ ഇപ്പം എന്തുവാ ചെയ്യുന്നതെന്നുള്ളത് അവിടുത്തെ ആ ഒരു ക്യാമറ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചെയർമാൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്ത പഴയ വീഡിയോസൊക്കെ എടുത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അയാൾക്കാണെങ്കിൽ ഇതൊക്കെ കാണുന്നതും ഭയങ്കര സന്തോഷമാവും. അയാൾ ഭയങ്കര സമാധാനമായിട്ട് ഇതെല്ലാം കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ആ ഗേൾ ഫ്രണ്ട് പറയും, ഇങ്ങേരുടെ സമാധാനം നമുക്ക് ഉടനെ തന്നെ നശിപ്പിക്കണം, ഇങ്ങേരെ അങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ
ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഈ ചെയർമാൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ ആ ഒരു ട്രസ്റ്റ് പിടിച്ചു പറ്റാൻ വേണ്ടി അയാളുടെ അടുത്ത് ഓരോന്നൊക്കെ സംസാരിക്കുന്നതാണ്. ഈ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഈ ചെയർമാൻ്റെ കയ്യിലായിട്ട് അവരുടെ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും എല്ലാം കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് ജയിലിൽ പോവേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിട്ടാൽ മതി, ഞാനാണ് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ എന്താ, എനിക്ക് അതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ചെയർമാൻ അങ്ങ് ഫ്ലാറ്റ് ആവും. അയാളാണെങ്കിൽ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, എന്നാലും നീ എൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പർ കൂടിയല്ല, എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാൻ റെഡി ആവുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഗേൾ ഫ്രണ്ട് പറയും, എനിക്ക് നിങ്ങൾ ജയിലിൽ പോകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ചെയർമാൻ്റെ കണ്ണൊക്കെ നിറയും. സത്യത്തിൽ ഈ ഗേൾ ഫ്രണ്ട് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഈ ചെയർമാനെ എപ്പോഴും വശത്താക്കി വെച്ചേക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരാൻ നേരത്ത് ദൂരെയായിട്ട് നമ്മുടെ ഹാങ് ഇങ്ങനെ ഇരിക്കുന്ന കാണും. ഇത് കാണുന്ന നമ്മുടെ യൂനുവിനൊന്നും മനസ്സിലാവത്തില്ല. അവനാണെങ്കിൽ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് അവിടെ നമ്മുടെ ഹാങ് എന്തോ എടുക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങും. സത്യം പറഞ്ഞാൽ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ വന്നിട്ട് നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്തായിട്ട് ഒരു കോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക, മഴയത്ത് നീ ഇവിടെ എന്ത് ചെയ്യുക എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ്റെ അടുത്ത് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, ആഹാ നീ എപ്പോഴാണ് വന്നത്, ഇത് കണ്ടില്ലേ ഈ കൊടയാണെങ്കിൽ നീ എനിക്ക് ആദ്യമേ ഞാൻ മഴ നനയൊന്നും വെച്ചിട്ട് എനിക്ക് തന്നിട്ട് പോയ കൊടയാണ്, ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇവിടെ സംസാരിക്കുന്നേക്കുന്നത് നമ്മുടെ യൂനു അങ്ങ് ഭയങ്കര അപ്സെറ്റ് ആവും. അവൻ്റെ മുഖത്താണെങ്കിൽ അത് നല്ലതുപോലെ കാണാമായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ഹാങ് വയ്ക്കും, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യത്തിൽ നമ്മുടെ യൂനുവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിയേർഡായിട്ടല്ലേ സംസാരിക്കുന്നത്. അവളാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് കൂടി അവൾക്ക് അറിയത്തില്ല. പോരാത്തതിന് അവള് 2-3 ദിവസം മുന്നേ എന്താണ് നടന്നത് എന്ന് കൂടി മറന്നുപോയി. അപ്പോൾ നമ്മുടെ യൂനു ചോദിക്കും, നിനക്ക് 2-3 ദിവസം മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഹാങ് പറയും, അതൊക്കെ നേരെയാവും, നീ എന്തിനെ പറ്റി പറയുന്നത്, നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ആക്സിഡൻ്റായി കിടക്കുവാണ്, അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവളുടെ പുറകെ നടക്കുക. സത്യത്തിൽ ഈ കാര്യമൊക്കെ നമ്മളുടെ ഹാങ് ഓൾറെഡി യൂനുവിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. യൂനു അതൊക്കെ കേൾക്കുന്നതും ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവും. എന്താണെന്ന് വെച്ചാൽ അവളുടെ കണ്ടീഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മുടെ യൂനു ആണെങ്കിൽ ഇവളെ കാണുന്നതും ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹാങ് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിക്കും. നമ്മുടെ യൂനു ആണെങ്കിലും അവളെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. പിന്നീട് നമുക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി അവരുടെ ഓഫീസിന്റെ മുകളിലത്തെ നിലയിൽ കൂടി നടക്കുന്നതും അവിടെയായിട്ട് ഹാങ് നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ഇതിന്റെ ഈ മുകളിലത്തെ നിലയിലായിട്ട് ഇവിടെ ഒരു ജീവിയുണ്ട്, അതിന്റെ പേര് യൂൻസു എന്നാണ്. ഇത് കേൾക്കുന്നത് നമ്മളുടെ യൂനു ആണെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അപ്പം നമ്മുടെ ഹാങ് പറയും, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇവിടെ ആരുമില്ലാത്ത സമയത്ത് ആ പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തോട്ട് ഇറങ്ങി വരും. ഇത് കേൾക്കുന്നത് നമ്മളുടെ യൂനു ആണെങ്കിൽ അവസാനം അങ്ങ് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങും. ഇതിനെ പറ്റിയായിരുന്നു നമ്മളുടെ ഹാങ്ങിൻ്റെ ആ സെക്രട്ടറി ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് ഒന്ന് പറയത്തില്ലേ. യൂനു ആണെങ്കിൽ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് ഒരു പേര് വിളിച്ചുകൊണ്ടിരിക്കുക എന്ന്. അപ്പോൾ അത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാനെന്ന് തമാശയ്ക്ക് പറഞ്ഞ കാര്യം അവൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുവാണോ, അവൻ ഇത്രയ്ക്കും പൊട്ടനാണോ എന്ന്. കൂട്ടത്തിൽ തന്നെ അവൾ വിചാരിക്കും, അതായത് ഇവളാണെങ്കിൽ ഇവനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ, ഞാൻ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല, നീ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമെന്ന്. അപ്പോൾ അവൻ അതും വിശ്വസിച്ച് വെച്ചേക്കുമായിരിക്കും എന്നിങ്ങനെ അവൾ ചിന്തിക്കും. പിന്നീട് നമുക്ക് വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും ഹാങ്ങും കൂടി ഒരു മ്യൂസിയത്തിലായിട്ട് വരുന്നതാണ്. അവിടെ വരുന്നതും അവിടെയും ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും, എങ്കിലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി, ഞാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടോട്ട് വന്നത് എന്ന്. അവരെങ്ങനെ നടന്നു വരുന്നതും അവിടെയായിട്ട് നല്ല റൊമാൻറ്റിക് സോങ് ഒക്കെ പ്ലേ ആവും. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, എങ്കിലും ഇവിടെ എന്തിനാ ഇപ്പോൾ റൊമാൻറ്റിക് സോങ് പ്ലേ ആക്കുന്നത്, സത്യത്തിൽ ഇവിടെയാണെങ്കിൽ മെർമെയ്ഡിൻ്റെ പാട്ടൊക്കെ അല്ലേ പ്ലേ ആക്കേണ്ടത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് അവിടുത്തെ ആ CCTV ക്യാമറയിൽ നോക്കിയിട്ട് അവൻ മരത്ത് പറയും, ഈ പാട്ട് കൊള്ളത്തില്ല, വേറെ പാട്ട് മാറ്റുക എന്ന്. അങ്ങനെ അവർ വേഗം തന്നെ പാട്ടൊക്കെ ചേഞ്ച് ആക്കും. സത്യത്തിൽ ഇത് നടക്കുന്നത് 4 വർഷം മുന്നേ നമ്മളുടെ ഹാങ്ങും യൂനുവും ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഹാങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. അവൻ പറയും, നോക്കിയാണ് ഈ ഒരു നേച്ചർ തന്നെ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി തന്നേക്കുമല്ലേ, അതിനനുസരിച്ചുള്ള പാട്ട് നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാള് മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞവൻ സംസാരിക്കും. ഇതെല്ലാം നമ്മുടെ ഹാങ്ങിൻ്റെ പണിയായിരുന്നല്ലോ. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ആ മ്യൂസിയം മൊത്തത്തിൽ ഇപ്പം വാങ്ങിച്ച് വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ ഹാങ് ആണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെയായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഹാങ്ങിനെ പ്രപ്പോസ് ചെയ്യും. സത്യത്തിൽ നമ്മുടെ ഹാങ് ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവളാണെങ്കിൽ
ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ നമ്മുടെ യൂനു പറയും നീ എന്നെ കല്യാണം കഴിക്കുമോ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന്. നമ്മുടെ ഹാങ്ങും ഭയങ്കര ഹാപ്പി ആയിട്ട് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് രണ്ടുപേരും അവസാനം ഒന്നിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനിപ്പോൾ ഒന്നും ഓർമ്മയില്ലാണ്ട് അവൾ പഴയ മെമ്മറി ആയിട്ട് നിൽക്കുമല്ലേ. ഇത് കാണുന്നേ നമ്മുടെ യൂനുവിന് ഭയങ്കര സങ്കടമാവും. അവിടെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ജർമ്മനിയിൽ പോകുന്നതിനെ പറ്റിയൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറയും നീ ഷോക്കാവരുത്, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം, നീയും ഞാനും ഇതേപോലെ തന്നെ എപ്പോഴും മിണ്ടണമെന്ന് എൻ്റെ ആഗ്രഹം. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ചോദിക്കും നീ ഇതെന്തോ പരസ്പര ബന്ധമില്ലാതെ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ യൂനു പറയും അത് നമ്മൾ ഓൾറെഡി ജർമ്മനി പോയായിരുന്നു, നിന്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, അതൊന്നും നിനക്കിപ്പോൾ ഓർമ്മയില്ല. ഇത് കേൾക്കുന്നേ ഹാങ് പറയും അങ്ങനെയാണോ, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ, എൻ്റെ അസുഖത്തിൻ്റെ ആയിരിക്കും ഞാനിതെല്ലാം മറന്നുപോയത്, എന്തായിരുന്നാലും നമുക്കതെല്ലാം നേരെയാക്കാം എന്ന് നമ്മുടെ ഹാങ് ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു വീണ്ടും അവളുടെ അടുത്ത് സോറി പറയും. അപ്പം നമ്മളുടെ ഹാങ് ചോദിക്കും അല്ല നീ എന്തോത്തിന് എൻ്റെ അടുത്ത് സോറി പറയുന്നത്, നീ സോറി പറയാൻ വേണ്ടിയിട്ട് എന്നോട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമ്മളുടെ യൂനു ആണെങ്കിൽ സത്യം പറയാൻ തുടങ്ങും. അവൻ പറയും എനിക്ക് സത്യത്തിൽ ഇത് പറയണമെന്നില്ല, എങ്കിലും നിന്നോട് ഇത് മറച്ചു വെക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞാനാണെങ്കിൽ നീയുമായിട്ട് ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അതിൻ്റെ സത്യം നീ തിരിച്ചറിഞ്ഞത് തന്നെ ജർമ്മനിയിൽ വെച്ചിട്ടാ. നീയാണെങ്കിൽ അപ്പോഴെന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൾ ചോദിക്കും നീ എന്തുവായി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളുടെ യൂനു പറയും ഞാനന്ന് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യം പറഞ്ഞായിരുന്നു, നീ ഒന്ന് ഓർത്തു നോക്ക്. അപ്പോൾ നമ്മുടെ ഹാങ് ഇങ്ങനെ നല്ലതുപോലെ ഓർക്കാൻ ശ്രമിക്കുന്നേ അവൾക്ക് ഓരോന്നും ഓർമ്മ വരും. അതായത് നമ്മുടെ യൂനു പറഞ്ഞതൊക്കെ നീ ഭയങ്കര സെൽഫിഷാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്റെ കൂടെ ജീവിച്ച ജീവിതം ഞാൻ നരകം പോലെയാണ് ജീവിച്ചത്, അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നമ്മുടെ ഹാങ്ങിന് ഓർമ്മ വരും. അവളാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ അവളാണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് പറയും ഓഹോ അപ്പോൾ നിനക്കാണെങ്കിൽ എന്നെ ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിതം നീ ഒരുപാട് വെറുത്തു പോയല്ലേ, നിനക്ക് എന്നെയും വെറുപ്പാണ്, അതുകൊണ്ടല്ലേ ഞാൻ മരിക്കണമെന്ന് നീ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. ഉടനെ തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെയൊന്നുമല്ല, നീ ഞാൻ പറയുന്നതും കേൾക്ക്, എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്ന്. ഉടനെ തന്നെ ഹാങ് പറയും നീ ഇനി ഒരു കാര്യവും പറയണ്ട, നിനക്ക് ഡിവോഴ്സ് വേണമെന്നല്ലേ പറഞ്ഞത്, അത് ഞാൻ ഉറപ്പായിട്ടും തരും, നമുക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് ആവാം എന്നവൾ അവിടെ അങ്ങ് സമ്മതിക്കും. സത്യത്തിൽ ഇത്രയും കാലം നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുമല്ലായിരുന്നോ, എങ്കിൽ ഇവളിപ്പോൾ അതിനങ്ങ് സമ്മതിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി നമ്മുടെ ഹാങ്ങിൻ്റെ ഓഫീസിലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇവർ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മുടെ യൂനുവിന് വാദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ ഡിവോഴ്സ് ലോയർ തന്നെ. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കും എങ്കിലും ഹാങ് ഹയർ ചെയ്യുന്ന ലോയർ ആരായിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ യൂനു പറയും അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല, നമുക്ക് എന്തായിരുന്നാലും കണ്ടിരുന്ന് കാണാം. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് രണ്ടുപേരും നടന്നു വരും. ഒന്ന് നമ്മുടെ ഹാങ്ങും മറ്റേതെന്ന് വെച്ചാൽ അവളുടെ ലോയറുമാണ്. ഇത് വേറെ ആരുമല്ല നമ്മുടെ വിൻസെൻസോ കസാനോ തന്നെ. ഇവൻ്റെ സീരീസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. ഇവനെ കാണുന്നേ നമ്മളുടെ യൂനുവിൻ്റെ ആ ലോയറില്ലേ അവനങ്ങ് ഭയങ്കര ഷോക്കാകും. അപ്പോൾ നമ്മുടെ യൂനു ചോദിക്കും ഇവൻ ആരായെന്ന്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും നിനക്ക് ഇവനെ അറിയത്തില്ലേ, ഇവനാണ് വിൻസെൻസോ കസാനോ. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലോയറാണ്, ഇവ ഒരു മാഫിയ തലവനാണെന്നൊക്കെ കേട്ടേക്കുന്നത്. ഇവനെ പലരും പലതാ പറയുന്നത്. ചിലർ പറയുന്നത് ഇവനൊരു സോൾജിയറായെന്ന, ചിലർ പറയുന്നത് ഇവ സ്പേസ് ഷിപ്പിൽ നിന്ന് വന്നെന്ന. സത്യത്തിൽ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല, എങ്കിലും എനിക്കൊരു കാര്യം നല്ല വ്യക്തമായിട്ടറിയാം, ഇവൻ നോർമൽ ലോയേഴ്സിനെ പോലെ സംസാരിച്ചൊന്നും കാര്യങ്ങൾ സോൾവ് ആക്കത്തില്ല. സംസാരിച്ച് ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ടൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ അവനെ ഗൺ വെച്ച് ഷൂട്ട് ചെയ്തങ്ങ് കൊന്നു കളയും. അത്രയ്ക്കും സിമ്പിളാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ. എങ്കിലും ഈ ഹാങ് ഇത്രയും കഷ്ടപ്പെട്ട് വിൻസെൻസോനെ തന്നെ ഇവിടോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യം എന്തായിരുന്നു? എടാ യൂനുവോ, നീ എന്തായിരുന്നാലും അവളെ ഇത്രയ്ക്കും ടോർച്ചർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവളിപ്പോൾ വിൻസെൻസോനെയും വിളിച്ചിട്ട് വന്നേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനു പറയും നീ ഇപ്പോൾ എന്തോ എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നത്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും സത്യത്തിൽ നീ അവളുടെ അടുത്ത് നല്ലതുപോലെ സ്നേഹമൊക്കെ അഭിനയിച്ച് അവളുടെ സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പം നമ്മുടെ യൂനു പറയും ഞാൻ നിൻ്റെ വാക്ക് കേട്ടതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. നീ പറഞ്ഞത് കേട്ടിട്ടാ ഞാനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പ്ലാൻ ചെയ്തത്, അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെ നിൽക്കേണ്ടതാ എന്നൊക്കെ നമ്മുടെ യൂനു പറയും. കൂട്ടത്തിൽ തന്നെ അവൻ ഓരോരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനും തുടങ്ങും. അതായത് നമ്മുടെ വിൻസെൻസ് ആണെങ്കിൽ ഇവൻ്റെ തല ഒരു ബെഞ്ചിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അവൻ്റെ തലയിലായിട്ട് ഗണ്ണും വെച്ച് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ വിൻസെൻസ് ചോദിക്കും അല്ല നീ എന്തിനാ കാര്യങ്ങളൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കിയത്, നിനക്ക് ഡിവോഴ്സ് വേണമായിരുന്നെങ്കിൽ എൻ്റെ ക്ലൈൻ്റ് അടുത്ത് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ, എന്തിനാ അവളോട് സ്നേഹം കാണിച്ച് അവളുടെ കൂടെ നടന്ന് അവളുടെ മനസ്സ് തന്നെ തകർത്തത്. ഇതിനുള്ള ശിക്ഷ നിനക്ക് വെറും ഡിവോഴ്സ് മാത്രമല്ല നിന്റെ ജീവൻ തന്നെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിൻസെൻസ് ആണെങ്കിൽ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും ഇതിലൊന്നും എൻ്റെ യാതൊരു പങ്കുമില്ല, എനിക്ക് ഈ ഐഡിയ എല്ലാം പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ്
എന്നും വരട്ടെ നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ അങ്ങ് കൊടുക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ വിൻസെൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ചോദിക്കും, നമുക്ക് അകത്തോട്ട് കയറണോ? അവനങ്ങാണ് നമ്മളെ എന്തെങ്കിലും ചെയ്താലോ? എനിക്കാണെങ്കിൽ ഒരു ഫാമിലി ഉള്ളതാ. അപ്പോൾ നമ്മുടെ യൂനു പറയും, എനിക്ക് എന്തായിരുന്നാലും മീറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, ഞാൻ അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തോട്ട് കയറാനായിട്ട് ഒരുങ്ങും. ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നിൽക്കും. അവസാനം നമ്മുടെ യൂനുവിൻ്റെ പുറകെ തന്നെ അവനും കയറി ചെല്ലും. അങ്ങനെ ഇവർ 4 പേരും കൂടി പരസ്പരം മീറ്റ് ചെയ്യും. അവിടെയാണെങ്കിൽ നമ്മുടെ വിൻസെൻസ് ഉണ്ടല്ലോ, അവൻ്റെ പെട്ടിയെടുത്ത് മേശപ്പുറത്തായിട്ട് വെക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നതിന് നമ്മുടെ യൂനു ഭയങ്കര ഷോക്കാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ പെട്ടിയുടെ സൈഡിലായിട്ട് ബ്ലഡിൻ്റെ ഓരോരോ അംശമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവനിവിടെ വരുന്നതിന് മുന്നേ ആയിട്ട് ആരുടെയോ തലയടിച്ച് പൊട്ടിച്ചിട്ടാണ് വന്നത് എന്നർത്ഥം. ഇത് കാണുന്നതിന് നമ്മുടെ യൂനു ഭയങ്കരമായിട്ടും പേടിച്ചു. ഉടനെ തന്നെ വിൻസെൻസ് ആണെങ്കിൽ അവിടെ പറയും, അതെ നിങ്ങളടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് പറയാനൊന്നും അല്ല വന്നത് എന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ ആ പെട്ടി തുറന്നിട്ട് തിരിച്ച് നമ്മുടെ യൂനുവിൻ്റെ മുമ്പിലായിട്ട് എടുത്തങ്ങ് വെക്കും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിച്ചു പോവും. നോക്കുമ്പോൾ എന്തുവാ അതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള ഒരു ഡിവോഴ്സ് പേപ്പറാണ്. അപ്പോൾ നമ്മുടെ വിൻസെൻസോ പറയും, എന്തൊക്കെയായിരുന്നാലും ഇതിനകത്ത് ഞാൻ കുറേ കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ആവാനുള്ള റീസൺ എന്തുവാ എന്ന്. അതിനകത്ത് ഹാങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഞാൻ എഴുതിയേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു CEO അല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ ഇമേജ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. പോരാത്തിന് അവർ 1 ട്രില്യൺ ക്ലബിലും ഉള്ള ഒരാളാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് വിൻസെൻസ് ഒന്ന് ആക്കെടുക്കുന്നത്. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവൻ്റെ ചെവിയിലായിട്ട് വന്ന് എന്തോ പറയും. അപ്പം നമ്മുടെ വിൻസെൻസ് ആണെങ്കിൽ അതങ്ങ് തിരുത്തി പറയും, അതായത് 1 ട്രില്യൺ ക്ലബിൽ ആകാൻ പോകുന്ന ഒരാളാണ് എന്ന്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിൻസെൻസ് ഒരുപാട് കണ്ടീഷൻസും പറയും. അതായത് ഇവർ രണ്ടുപേർക്കും ഇടയിൽ നല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ് ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇത് കഴിഞ്ഞിട്ട് നല്ല ഫ്രണ്ട്സ് ആവാനാണ് തീരുമാനിച്ചേക്കുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിൻ്റെ വക്കീലാണെങ്കിൽ ചോദിക്കും, അല്ല ഇവർ രണ്ടുപേരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഇവർ രണ്ടുപേരും കാണാൻ പറ്റാണ്ട് ഭയങ്കര ഡിസ്റ്റൻസിലായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ വിൻസെൻസ് ആണെങ്കിൽ ആ വക്കീലിനെ ഒന്ന് തുറച്ചു നോക്കും. ഇത് കേൾക്കുന്നേ അവനങ്ങ് മിണ്ടാണ്ടിരിക്കും. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ വിൻസെൻസോട് ചോദിക്കും, ഫ്രണ്ട്സ് ആവാനോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആവാനോ ഒന്നും താല്പര്യമില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ, എന്തായിരുന്നാലും എനിക്ക് ഹാങ്ങിന് നല്ലതുപോലെ അറിയാലോ ഞങ്ങൾ ഡിവോഴ്സ് ആവാനുള്ള റീസൺസ് എന്തുവാ എന്ന്. അതുമാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിച്ചങ്ങ് നിർത്തും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ് ആണെങ്കിൽ കാറിൽ യാത്ര ചെയ്ത് പോകുമായിരുന്നു. പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവൾ ദൂരെയുള്ള ഒരു ട്രെയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും ഹാങ്ങും കൂടി ഒരുമിച്ച് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹാങ് ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ ഇത്രയും ബസ് ഉണ്ടായിരുന്നിട്ടും ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നത്? ഉടനെ നമ്മുടെ യൂനു പറയും, അത് ഓഫീസിൽ എന്തെങ്കിലും മോശപ്പെട്ട ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറുന്ന ആൾക്കാരെ കാണുമ്പോഴേ എൻ്റെ മൈൻഡ് ഒന്ന് കൂളാവും. പോരാത്തിന് ഈ ട്രെയിനിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ദൂരെയുള്ള ആ അസ്തമിക്കുന്ന സൂര്യനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ സിയോളിൽ തന്നെ ഇത്രയും നല്ലൊരു സ്പോട്ടുള്ള സ്ഥലം വേറെ എവിടെയുമില്ല, ഈ ട്രെയിനിൽ നിന്നാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹാങ് അതും നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവളാണെങ്കിൽ ഒരു പാർക്കിലായിട്ട് വന്നിരുന്നിട്ട് നമ്മുടെ യൂനുവിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഓൾറെഡി നമ്മുടെ യൂനുവിനെ ഫോളോ ചെയ്തിട്ട് 2 ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അവരെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളുടെ ഹാങ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്താണെങ്കിൽ അവളിങ്ങനെ കാണും, അതായത് നമ്മുടെ യൂനു അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹാങ് വിചാരിക്കും, എന്തായിരുന്നാലും നീ നിൻ്റെ ലൈഫിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. സത്യത്തിൽ നമ്മളുടെ ഹാങ് ഇപ്പം അത്യാവശ്യപ്പെട്ട് അവന് ഡിവോഴ്സ് കൊടുക്കാനുള്ള റീസൺ എന്താണെന്നറിയാവോ? 3 മാസം കഴിഞ്ഞാൽ അവൾ മരിച്ചു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവന് ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത്രയും മൂവ് ഓൺ ആവുമല്ലോ എന്നാലോചിച്ചിട്ടാണ്. അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ യൂനു എന്തൊക്കെയാണോ പുതുതായിട്ട് ചെയ്യുന്നത് അവിടെയെല്ലാം പോവും. അതായത് നമ്മുടെ യൂനുവിനാണെങ്കിൽ ബേസ്ബോൾ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. അങ്ങനെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ വന്നിട്ട് ആലോചിക്കും, എങ്കിലും ഇതിങ്ങനെ കളിച്ചെന്ന് വെച്ചിട്ട് എന്ത് ഫണ്ണാണ് ഉള്ളത് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ 2 തവണ ബാറ്റ് ചെയ്യും. 2 തവണ അവൾ കറക്റ്റായിട്ട് തന്നെ ബോൾ ഹിറ്റ് ചെയ്യുന്നതും അവൾക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവൾക്കാണെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവൾ വിചാരിക്കും, ആഹാ ഇത് കൊള്ളാലോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന്. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വരുന്നത് നമ്മുടെ യൂനു എല്ലാ ദിവസവും വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഇല്ലേ, ഒരമ്മമ്മയുടെ റെസ്റ്റോറൻറ്റ്, അവിടേക്കാണ്. അവൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരിക്കും. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ യൂനു അവൻ്റെ ഫ്രണ്ടും അവിടേക്ക് വരും. 2 പേരും വന്നിരിക്കുന്ന നമ്മുടെ ഹാങ് എവിടെയാണോ ഇരിക്കുന്നത് അവളുടെ തൊട്ട് പുറകിലായിട്ടാണ്. അവരാണെങ്കിൽ ഇവളെ കാണത്തില്ല. ഇവളാണെങ്കിൽ പക്ഷേ നമ്മുടെ യൂനുവിനെ ശ്രദ്ധിക്കും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവൻ്റെ കണ്ണിൽ പെടാതെ അവിടെ ആയിട്ട് ഒളിച്ചെങ്ങിരിക്കും. അപ്പോൾ അവിടുത്തെ ആ ലേഡി ആണെങ്കിൽ ഓർഡർ എടുക്കാൻ വരുന്നത് നമ്മുടെ ഹാങ് ആണെങ്കിൽ പെതുക്കെ
അവർക്ക് ഫുഡിൻ്റെ ഓർഡർ കൊടുക്കും. എന്നിട്ട് അവൾ പറയും ഇന്ന സാധനം മതിയേ എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ യൂനുവിൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് പറയും, ആഹാ എന്തായിരുന്നാലും നീ ഇനി മുതൽ ഫ്രീ ആയല്ലോ, നിനക്കാണെങ്കിൽ ഈ ഫുഡിന് എത്ര വേണമെങ്കിലും കഴിക്കാം. നീ ഈ ഫുഡ് ഹാങ്ങിൻ്റെ കൂടെ വന്ന് കഴിക്കാത്തത് അവൾക്കിത് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ. ഇനിയിപ്പം നിനക്ക് ആരെ പേടിക്കാനാ, നീ ഇപ്പം നല്ല ഫ്രീ ആയില്ലേ, നിന്നെ ആണെങ്കിൽ ആരും ടോർച്ചർ ചെയ്യാനും ഇല്ല. അപ്പോൾ നമ്മളുടെ യൂനു പറയും അതൊക്കെ സത്യമാണ്. ഉടനെ നമ്മുടെ യൂനുവിൻ്റെ ഫ്രണ്ട് പറയും ഇനി നിന്നെ ഫോളോ ചെയ്തിട്ടും ആരും വരത്തില്ല. നിന്റെ വീട്ടിൽ നിന്റെ അമ്മായിയമ്മയും അതേപോലെ തന്നെ ആ ചെയർമാനും ഒക്കെ നിനക്ക് എപ്പോഴും പണി തരാനും ഇരിക്കത്തില്ല. നീ എന്തുകൊണ്ടും നല്ലൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നേ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ തുറന്നു പറയും, അതായത് എത്രയൊക്കെ പറഞ്ഞാലും നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഹാങ്ങിനെ പിരിയാൻ വയ്യ. ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവളുടെ കൂടെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. ഇതെല്ലാം കേൾക്കുന്നേ നമ്മുടെ ഹാങ് ഭയങ്കര ഷോക്കാകും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.